ഈ ഉമ്മത്തിൽ ഏറെ പേരുകളുള്ള മഹാന്മാരിൽ പ്രധാനിയായ ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. അവരുടെ ചില സ്ഥാനനാമങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടും. അലി അവരുടെ നാമമാണ്. സ്ഥാനനാമങ്ങളിൽ ഒന്നാണ് അബൂ തുറാബ്. സത്യത്തിൽ അത് കുനിയത്താണ്. അബിലേക്ക് ചേർത്ത് പറയുന്ന നാമങ്ങളൊക്കെ കുഞ്ഞത്ത് അലം എന്നാ പറയാ. പിതാവിനാലിന്ന അവളുടെ ബാപ്പ എന്ന നിലയിൽ അറബികള് സ്ഥാനനാമങ്ങൾക്ക് ലഖബ് അലം എന്ന് പറയും. പിന്നെയോ ഇന്നാലിന്ന അവളുടെ പിതാവ് എന്ന നിലക്ക് കുഞ്ഞത്ത് അലം എന്ന് പറയും. ഒറിജിനൽ ഇട്ട പേരിന് ഇസ്മാലം എന്ന് പറയും. അലമ് എന്നാൽ പേര്, ഇസ്മാലമ് ഒറിജിനൽ പേര്. കുഞ്ഞത്ത് അലമ് മക്കൾ കാരണം ബാപ്പ എന്ന് സിദ്ധിക്കുന്ന അബിലേക്ക് ചേർത്ത് വരുന്ന നാമം. പിന്നെ ലഖബലം എന്ന് പറഞ്ഞാൽ സ്ഥാനനാമങ്ങൾ. ചിലപ്പോൾ കുഞ്ഞത്തിന്റെ ഭാഷയിൽ ലഖബലം വരും. അതിൽപ്പെട്ട ഒരു നാമമാണ് അബൂ തുറാബ്. ആര് വിളിച്ചു? മുത്തു മുഹമ്മദ് മുസ്തഫ. മണ്ണിന്റെ ബാപ്പ എന്നാണ് അതിന്റെ ഒറിജിനൽ അർത്ഥം, മണ്ണിന്റെ ബാപ്പ. പക്ഷെ ആ പേര് ഒരു സ്ഥാനനാമമാണ്, ഒരു വിശേഷണ നാമമാണ്. ആര് നൽകിയ? പുണ്യ റസൂൽ നൽകിയ. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിലും ഇമാം മുസ്ലിം തങ്ങൾ സ്വഹീഹിലും ഈ ഹദീത്ത് സവിസ്തരമുള്ള ഒരു ഹദീത്തിൽ പുണ്യ റസൂൽ മുസ്തഫ അലിയാർ തങ്ങൾക്ക് അബൂ തുറാബ് എന്നൊരു സ്ഥാനനാമം നൽകി, വിശേഷണ നാമം നൽകി എന്ന ഹദീത്തിൽ കാണാം. അതിന്റെ സംഭവം ഞാനൊന്ന് വിശദീകരിക്കാം. ഒരിക്കൽ ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഇമാം മുസ്ലിം തങ്ങൾ തന്റെ സ്വഹീഹിലും രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിച്ചു. അലി വ ഫാത്തിമ, അവരുടെ വീട്ടിലേക്ക് വന്നു. പക്ഷേ ഫലം യജിദ് അലിയൻ വജദ ഫാത്തിമ വലം യജിദ് അലിയൻ. ആര് വീട്ടിലുണ്ട്? ഫാത്തിമ ബീവിയുണ്ട്. ആരില്ല? അലി ആരില്ല. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഐന ബിനു അമ്മിക്, എന്റെ അളാപ്പാന്റെ മോൻ എവിടെ? മനസ്സിലായില്ല. അളാപ്പാന്റെ മോനാണല്ലോ. ആര്? അലി. എന്റെ അളാപ്പാന്റെ മോൻ എവിടെ എന്ന് കാലത്ത് അവര് പറഞ്ഞു. കാലത്ത് രണ്ട് റിവായത്ത് കാണാം, എവിടെയെന്ന് അറിയൂല, ചിലപ്പോൾ പള്ളിയിൽ ഉണ്ടായിരിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ടോ പള്ളിയിൽ അന്വേഷിച്ചു വന്നു ഹബീബായ റസൂലുള്ളാഹി. അങ്ങനെ ഫവജദ ഫിൽ മസ്ജിദ്, പള്ളിയിൽ കണ്ടെത്തി. ആരെ? അലി. ആരെ? കൈലൂലത്തിന്റെ നേരാണെന്ന് വേറെ ഹദീസിൽ ഉണ്ടാകാൻ നോക്കിയിട്ട് പറയാ. കൈലൂലത്തിന്റെ നേരം എന്നാൽ ഉച്ചക്ക് ളുഹയുടെ അവസാന ഭാഗത്ത് ളുഹയ്ക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ഉച്ചക്ക് മുമ്പുള്ള ഉറക്കിനാണ് എന്ത്? ഖൈലൂലത്ത് എന്ന ഉറക്കം. ആ ഉറക്കം വളരെ ആരോഗ്യദായകമായ ഉറക്കവുമാണ്. പകലിൽ ഏറ്റവും നല്ല ഉറക്കമാണ് ഏത്? ഉച്ചക്ക് മുമ്പ്. ഉച്ചക്ക് ശേഷമല്ല. സുബഹിക്ക് ശേഷമുള്ള ഉറക്ക് ദാരിദ്ര്യമുണ്ടാക്കും. മനസ്സിലായില്ലേ? അത് സൂര്യൻ ഉദിച്ച ഉയർന്ന ഉടനെയുള്ള ആ ഉറക്കം അനാരോഗ്യം ഉണ്ടാക്കും. എന്നാല് 10 മണി കഴിഞ്ഞിട്ട് ളുഹർ വരെയുള്ള ഒരു ഉറക്കം, അത് കുറച്ചു നേരം തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ഖൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറയും. ആ ഉറക്കം ആരോഗ്യം ഉണ്ടാക്കും. ഉച്ചക്ക് ശേഷമുള്ള ഉറക്കം ക്ഷീണം ഉണ്ടാക്കും. അസറിന്റെ ശേഷമുള്ള ഉറക്കം മാനസിക രോഗം ഉണ്ടാക്കും. മഗ്‌രിബിന് ശേഷമുള്ള ഉറക്കം അള്ളാഹുവിന്റെയും റസൂലിന്റെയും വെറുപ്പുണ്ടാക്കും. മനസ്സിലായില്ല? ഒരു ദിവസം ഏറ്റവും നല്ല സമയം ഏത് ഉറക്കാണ്? ഉച്ചക്ക് തൊട്ട് മുമ്പുള്ള ഉറക്കം. മനസ്സിലായോ പറഞ്ഞത്? സുബഹിക്ക് ശേഷമുള്ള ഉറക്കം ദാരിദ്ര്യം ഉണ്ടാക്കും. ഉദയം കഴിഞ്ഞ ഉടനെയുള്ള ഉറക്കം അനാരോഗ്യം ഉണ്ടാക്കും. ളുഹയുടെ അവസാന ഭാഗത്തുള്ള ഉറക്കം ആരോഗ്യം ഉണ്ടാക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കം ക്ഷീണം ഉണ്ടാക്കും. അസറിന്റെ ശേഷമുള്ള ഉറക്കം മാനസിക രോഗം ഉണ്ടാക്കും. മഗ്‌രിബിന് ശേഷമുള്ള ഉറക്കം അള്ളാഹുവിന്റെയും റസൂലിന്റെയും വെറുപ്പുണ്ടാക്കും. ഒരു ദിവസം ഏറ്റവും പകലിൽ ഉറങ്ങാവുന്ന നേരമാണ് ഏത്? പറ, ഏത്? ആ ഉച്ചക്ക് തൊട്ട് മുമ്പുള്ള ആ ഉറക്കത്തിനാണ് ഖൈലൂലത്ത് എന്ന് പറയാ. ഖൈലൂലത്തിന് ഉറക്കം, ഖൈലൂലത്ത്, അതാണ് ഏറ്റവും ആരോഗ്യദായകമായ ഉറക്കം. കുറച്ചു നേരം ഉറങ്ങിയാൽ മതി, ഭയങ്കര മൈലേജ് ഉണ്ടാവും. ആ ഉറക്കത്തിന് ഭയങ്കര മൈലേജാ. കുറഞ്ഞ നേരം ഉറങ്ങിയാൽ ഒരു ദിവസം മുഴുവനും ഉറങ്ങിയ ഒരു ആരോഗ്യം കിട്ടും. നിങ്ങളത് പതിവാക്കി നോക്കി. ജോലി എന്നാണ്. എന്ത് ജോലി? സർക്കാർ ജോലിക്ക് പേടിക്കണ്ട. സർക്കാർ ജോലിക്കാര് ഓഫീസിൽ പോകുന്ന തന്നെ ഉറങ്ങാനല്ലേ. 11 മണിക്ക് ജോലി ചെയ്യണമെന്ന് ആരാണ് ഏത് കിതാബിലാണ് ഉള്ളത്? 11 മണിക്ക് ജോലി ചെയ്യണമെന്ന് ഏത് കിതാബിലാണ് ഉള്ളത്? സുബഹയ്ക്ക് ശേഷം ജോലിക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് 10 മണിക്ക് ശേഷം വിശ്രമിക്കാലോ. ഇന്നത്തെ തൊഴിലിന്റെ ജദവല് തന്നെ തെറ്റാണ്.
രാവിലെ വരിക എന്ന് പറഞ്ഞത് 9 മണിക്ക് പണി തുടങ്ങുക, അതുവരെ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ സൊറ പറയുക, അല്ലേ? 9 മണി ശേഷം പണി ഉറങ്ങുക. ആ ജനതയിൽ ബർക്കത്ത് ഉണ്ടാവില്ല. ഒരു ജനതയിൽ ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പണി തുടങ്ങണം. അല്ലാഹുമ്മ ബാരിക് ഉമ്മത്തി ഫീ ബുകൂരിഹ, അതിരാവിലെ തൊഴിലിൽ ഏർപ്പെടുന്നവരിൽ ബർക്കത്ത് ചെയ്യണമേ പുണ്യ മുഹമ്മദ് മുസ്തഫ. അതിരാവിലെ തൊഴിലിൽ ഏർപ്പെട്ടാൽ ബർക്കത്ത് ഉണ്ടാവും. ഒരു പീടി തുറക്കേണ്ടത് സുബഹി നിസ്കരിച്ചാലാണ്. ഒരു പാടത്തെ പണി തുടങ്ങേണ്ടത്, ഒരു കൈക്കോട്ട് വളക്കൽ തുടങ്ങേണ്ടത്, എന്ത് പണിയാണെങ്കിലും എപ്പോ തുടങ്ങണം? സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പണി തുടങ്ങണം. അതിൽ ഭയങ്കര ആരോഗ്യം ഉണ്ടാവും. പഴയകാലത്ത് അങ്ങനെയാണ്. അല്ലാതെ എനിക്ക് ഓർമ്മല്ലേ, എനിക്ക് ഓർമ്മ ഉണ്ട്. വല്യാപ്പാന്റെ കൂടെ കന്ന് കൂട്ടിയിരുന്ന കാലം എനിക്ക് ഓർമ്മ ഉണ്ട്. അതായത് 10 മണിയാകുമ്പോൾ കന്ന് വിടും. സുബഹിന് ശേഷം പൂട്ടികൾ കിട്ടും. ആ 10 മണിക്ക് കന്ന് വിടും. എനിക്ക് ഓർമ്മ ഉണ്ട്. 10 മണിയായി വെയിൽ ചൂടായാൽ ഇല്ല, പിന്നെ പുഴയിൽ പോവും, കുളിക്കും, വിശ്രമിക്കും, ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളികൾ പോവും. ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാലങ്ങൾ അനുഭവിച്ച സംഭവമാണ്. ആ പറഞ്ഞ ആളുകൾക്ക് ഒരു മരുന്നും കുടിക്കേണ്ടി വന്നിട്ടില്ല. അവരുടെ ജീവിതം തന്നെ ഒരു ആരോഗ്യം. സത്യല്ലേ? പറ, സത്യല്ലേ? എത്ര വലിയ സത്യമാണത്. 11 തൊഴിലിന് പോകണം. ഒരു 11 മണിക്ക് എന്താ കാട്ടാണ് ബഹുമാനപ്പെട്ട കലണ്ടർ മാഷ ചോദ്യം. അതല്ലേ നല്ല കലണ്ടർ മാഷ് ചോദിക്കണ ഇന്നത്തെ രീതി അനുസരിച്ചാണ് കേട്ടോ. കലണ്ടർ മാഷെ, നിങ്ങൾക്ക് നിങ്ങളെ പണിയല്ലേ കലണ്ടർ മാഷെ? നിങ്ങൾ സുബഹി സ്കെച്ചിൽ തുടങ്ങി, നിങ്ങളെ പണി എപ്പോ തുടങ്ങാ? നിങ്ങൾക്ക് നിങ്ങളെ പണിയല്ലേ? അല്ലേ പറയും, നിങ്ങൾക്ക് നിങ്ങളെ പണിയല്ലേ? നിങ്ങൾക്ക് എപ്പോ തുടങ്ങാലോ? 7 മണി എന്നാണ്ട. എന്തിനാ 7 മണി? നോക്കി, നിങ്ങൾ പിന്നെയും പറഞ്ഞു 7 മണി. അതിനേക്കാൾ നേരത്തെ ആക്കാലോ. അതായത് 5, 5:15, 5:30 ഉള്ളിൽ എന്താക്കി? എന്തായി? പിന്നെ സുബഹി കഴിഞ്ഞില്ലേ? പിന്നെ 6, 10, 12 ഒക്കെ ആകുമ്പോഴത്തേന് സൂര്യൻ ഉദിച്ചു. അതുവരെ ഖുർആൻ ഓതിക്കോളി. അത് കഴിഞ്ഞാൽ കൈക്കോട്ടെടുത്തല്ലാണ്ട് ഇറങ്ങിക്കോളൂ. ഒരു 6:30 മണിക്ക് കണ്ട് മണ്ണിലെത്തി 10 മണി വരെ, 10, 10:30 വരെ പണിയെടുത്തോളൂ. ഒരു 10, 10:30 വരെ പണിയെടുത്തു. ഈ 10:30 വരെയുള്ള ഈ പണിയുടെ പ്രത്യേകത എന്താ അറിയോ? ദിവസങ്ങളോളം ഉദ്ദേശിക്കുന്ന പണി ഈ കുറഞ്ഞ നേരം കൊണ്ട് നടക്കും. ഒരു ദിവസത്തിൽ ഏറ്റവും പണി നടക്കുന്ന സമയം അതിരാവിലെയാണ്. നമുക്കെന്ന് ഒരു 25 തെങ്ങ് നന്നാക്കാൻ ഉണ്ടെങ്കിൽ അതിരാവിലെ സുബഹിന് ശേഷം പഠിക്കാൻ ഇറങ്ങിയാൽ 10, 10:30 ആകുമ്പോഴത്തിന് അതില് 3/4 ഭാഗവും പണി നടക്കും. എന്നാൽ പിന്നെ ഇനി ബാക്കിയുള്ള 4, 5 മണി വരെയുള്ള നേരം ഒരു വലിയൽ ഇങ്ങനെ ഉണ്ടാവും. എന്തടക്കൂല? പറ, സത്യല്ലേ? മണ്ണിൽ പണിയെടുക്കണോ ആദ്യം? വെള്ളം മാത്രം കേട്ടാ പോരാ, മണ്ണിൽ പണിയെടുക്കുക പഠിക്ക്. നിങ്ങൾ 10 മണിന് ശേഷം പഴയ കാലത്തെ ആളുകളെ പോലെ എന്ത് ചെയ്ത് കിടന്നുറങ്ങ്. നിനക്കൊരു മരുന്ന് കുടിക്കണ്ട, അതന്നെ ആരോഗ്യം. അപ്പൊ വിഷയത്തിലേക്ക് തിരിച്ചു വരി. കൈലു ഫലം കൈലൂലത്തിന് എന്റെ അടുക്കൽ അലി നിന്നിട്ടില്ല. അതായത് ഉച്ചക്ക് മുമ്പ് എന്റെ അടുക്കൽ ഉറങ്ങാറുണ്ട്. ആര് പറഞ്ഞു? സയ്യിദത്തുനാ ഫാത്തിമ. അലി ഇന്ന് കൈലൂലത്തിന് ഇവിടെ ഉറങ്ങിയിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല. എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതാണ്. മനസ്സിലായില്ല? ഒരു വിഭാഗത്തിനുണ്ട് അലി എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതാണ് നബിയെ. എവിടെയാണ് എന്ന് എനിക്ക് അറിയൂല. മഹദിയായ ആര് പറഞ്ഞ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി അന്വേഷിച്ചിറങ്ങി. അപ്പോൾ ഉണ്ട് ഒരു ചെറിയ കഷ്ണം എന്തോ ഒന്ന് തലയിലും വെച്ചിട്ട് എന്റെ ഒരു കഷ്ണം, ഒരു മരക്കഷ്ണമോ മറ്റോ തലക്ക് വെച്ചിട്ട് യഖീലു ഫിൽ മസ്ജിദ്, പള്ളിയുടെ ചെരുവില് കൈലൂലത്ത് ഉറങ്ങുന്നുണ്ട്. ആര്? ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ ചെന്ന് നോക്കുമ്പോ എന്താ സംഭവം എന്നറിയോ? പുറം ഭാഗങ്ങളിൽ നിന്നൊക്കെ പിന്നെ എന്തായി പോയിട്ടുണ്ട്? നീങ്ങിപ്പോയിട്ടുണ്ട് വിരിപ്പ്. പൂർണ്ണമായി ഇങ്ങോട്ട് മണ്ണിലുണ്ട് പുരണ്ടിട്ടുണ്ട്. മനസ്സിലായില്ല? ഉറക്കിൽ എന്ത് നീങ്ങിപ്പോയിട്ടുണ്ട്? വിരിപ്പ് നീങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പൊ പൂർണ്ണമായി എവിടെയാ കിടക്കണത്? ഏകദേശമൊക്കെ എവിടെയാണ്? മണ്ണിലാ കിടക്കണത് എന്ന്. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാരെ വിളിച്ചു. ഫജഅല യംസഹു തുറാബ അൻ ലഹ്രിഹി. ഹബീബായ റസൂലുള്ളാഹി വിളിച്ചുണർത്തി. ആരെ? അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുണർത്തി. എന്നിട്ട് ഇജ്ലിസ് യാ അബാ തുറാബ്, എടാ മണ്ണനെ. മനസ്സിലായില്ല? മണ്ണൻ, മണ്ണിന്റെ ആൾ അബൂ തുറാബ്. ഇജ്ലിസ് യാ അബാ തുറാബ്. അലി റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥാനനാമമാണ് എന്ത്? അബൂ തുറാബ്. എത്ര ദേഷ്യപ്പെട്ട നേരത്തും യാ അബാ തുറാബ് എന്ന് പറഞ്ഞാൽ ഫയൽഹഖു, അപ്പൊ ചിരിക്കും. ഭയങ്കര ഇഷ്ടാ ഈ പേര്. കാരണം ഈ പേര് ആരിട്ടതാ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടുന്നുണ്ട, എന്ത് വിളിച്ചാൽ മതി? യാ അബാ തുറാബ് എന്ന് വിളിച്ചാൽ മതി. ഫയൽഹഖു, അപ്പ ചിരിക്കും.
റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ഇതിന് സിയാബാ തുറാബ്, മണ്ണിന്റെ ബാപ്പേൻ. അബാ തുറാബ് പറഞ്ഞ അർത്ഥം മണ്ണിന്റെ ബാപ്പ. അബാ തുറാബ്, മണ്ണനെ, മണ്ണിൽ പരണ്ടവനെ എണീക്ക് എന്ന് പുണ്യ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി. ബുഖാരിയിലുണ്ട്, ഈ ഹദീസ് മുസ്ലിമിലുമുണ്ട്. വേറൊരു വായത്തിൽ വേറെയും സന്ദർഭത്തിൽ റസൂലുള്ളാഹി അബൂ തുറാബെ എന്ന് വിളിച്ചതായി കാണാം. വേറെ ഒരു സ്വഹാബിയും, ഒരു യാത്രക്കടയിൽ രണ്ടാളും കടന്നുറങ്ങി, കൈലുറത്തുറങ്ങിയ ഒരു സ്വഹാബിയും ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അലിയാരെ തട്ടി വിളിച്ചു, യാ അബാ തുറാബ്, യാ അബാ തുറാബ്, മണ്ണിന്റെ ആളെ എണീക്കുന്നു. വേറെ സന്ദർഭത്തിൽ. അപ്പൊ ഈ പേരിട്ടത് ഈ രംഗത്താണെങ്കിൽ പിന്നീട് പല ഘട്ടങ്ങളിൽ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പേര് വിളിച്ചത് അബൂ തുറാബ്, അബൂ തുറാബേൻ. ഒരിക്കൽ വേറൊരു ഘട്ടം, ആ ഘട്ടത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ റസൂൽ വിളിച്ചോളത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, അലാ ഉഹദ്ദിസുക ബിഅസ്ഖന്നാസി റജുലൈൻ, ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട രണ്ടാളെ പറ്റി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈലൂലത്തിന്റെ നേരത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറൊരു സന്ദർഭത്തിൽ അലിയാരെ വിളിച്ചുണർത്തി റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, അലാ ഉഹദ്ദിസുക ബിഅസ്ഖന്നാസി ബിറജുലൈൻ, ലോക ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട രണ്ടാളെ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷർത്തുൻ അലാ സ്വഹീഹി മുസ്ലിമിൻ, മുസ്ലിമിന്റെ ഷർത്ത് അനുസരിച്ച് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു. ഇമാം തുബ്രാനി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, കൻസുൽ ഉമാലിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം ബഗവി തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു താരീഖിൽ ഫളായിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ബഹുമാനപ്പെട്ട അബൂ നുഐം തങ്ങൾ ഫളായിലിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നോക്ക്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബഹുമാനപ്പെട്ട അലിയാരോട് ചോദിക്കാണ്, അലാ ഉഹദ്ദിസുക ബിഅസ്ഖന്നാസ്, ലോകത്തെ ഏറ്റവും മോശപ്പെട്ട രണ്ടാളെ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, എന്നാ പറഞ്ഞിരു നബിയെ. ഫഖാല റസൂലുള്ളാഹ്, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ലോകത്തെ ഏറ്റവും മോശപ്പെട്ട രണ്ടാളുകൾ, ഒന്ന് ഖുദാർ ബിൻ സാലിഫാണ്, അല്ലദീ അഖറ നാഖത സാലിഹ്, സാലിഹ് നബിയുടെ ഒട്ടകത്തെ അറുത്തവനാണ് ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ഒരാൾ. രണ്ടാമത്തെ ആൾ ആരാണെന്നറിയോ? അല്ലദീ യളിബു അലാ റസിക, നിന്റെ മൂർത്താവിൽ വെട്ടുന്നവനുമാണ്. മനസ്സിലായില്ല? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിനെ പറ്റിയാണ് പറഞ്ഞത്. അല്ലാഹു തആല അത്തരം തമ്മാടികളെ തൊട്ട് സമുദായത്തെ കാത്തുരക്ഷിക്കട്ടെ. ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ഈ ഹദീസ്, വേറെയും ഈ ഹദീസിന്റെ റിവായത്തുണ്ട്. ഒരു ഹദീസ് റിവായത്താണിത്. എന്ത്? ലോകത്തെ ഏറ്റവും അസ്ഖന്നാസ്, ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ആളുകൾ രണ്ടാള്. ഒന്ന് ഖുദാർ ബിൻ സാലിഫ്. ആരാ ഖുദാർ ബിൻ സാലിഫ്? സാലിഹ് നബിയുടെ ഒട്ടകത്തെ കൊന്ന ആള്. അത് ആയത്തിൽ തന്നെ പറഞ്ഞു, ഫഖാല ലഹും റസൂലുള്ളാഹ് നാഖതല്ലാഹി വസുഖിയാഹ ഇദിംബഅസ അസ്ഖാഹ, മോശപ്പെട്ടവൻ തയ്യാറായി വന്നു. അപ്പൊ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ആള് രണ്ടാളാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഒരു റിവായത്താണ്, ഇങ്ങനെ വേറെയും ഇതിന് റിവായത്തുണ്ട്. ഒരു റിവായത്താണ് ഏറ്റവും മോശപ്പെട്ട ആള്. ഒന്ന് സാലിഹ് നബിയുടെ ഒട്ടകത്തെ കൊന്ന ആളാണ്. രണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി, വല്ലദീ യളിബു അലാ റസിക, നിന്റെ മൂർത്താവിലൂടെ, നിന്റെ തലയെ കൂടെ വെട്ടുന്ന ആൾ. ഹിജ്റ 40 വെള്ളിയാഴ്ച രാവിലെ സുബഹയുടെ നേരത്ത് ബദരീങ്ങളെ ആണ്ടിന്റെ അന്ന് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന തമ്മാടി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മൂർത്താവിൽ വെട്ടിക്കൊലപ്പെടുത്തി. ഹിജ്റ 40 ബദരീങ്ങൾ ആണ്ടിന് റമദാൻ 17. ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ആളുകളിൽ മറ്റൊരാൾ ഇവനാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒക്കെ പിന്നീടാണ്, വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. പക്ഷെ നേരത്തെ റസൂൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഇത് ബഹുമാനപ്പെട്ടവരുടെ ഒരു സ്ഥാനനാമം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം ഇവിടെ കൊണ്ടുവന്നത്. خرج النبي صلى الله عليه وسلم الى المسجد فوجد عليا قد سقط رداؤه عن ظهره حتى خلص الى التراب فجعل رسول الله صلى الله عليه وسلم يمسحه بيده. വേറെയും രംഗങ്ങൾ കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, എന്ത്? അഗളിബത അലയ്യ ഇന അഖൈത ബൈനൽ മുഹാജിരിന വൽ അൻസാർ യാ അബൂ തുറാബ്, അബൂ തുറാബേ, ഞാൻ പണ്ട് മുഹാജിരികളെയും അൻസാരികളുടെയും ഇടയിൽ സഹോദരന്മാരാക്കിയിട്ട് വലം ഉആഖി ബൈനക വബൈന അഹദി മിൻഹും, എന്നെയും വേറൊരാളെയും ഞാൻ സഹോദരന്മാരാക്കിയില്ല. മനസ്സിലായില്ല? മദീനയിൽ വന്ന മുഹാജിരികളെ റസൂലുള്ളാഹി എന്ത് ചെയ്തിരുന്നു? അൻസാരികളെ കൊണ്ട് സഹോദരന്മാരാക്കി. പക്ഷെ വലം ഉആഖി ബൈന അഹദി മിൻഹും, ഒരാളെ ഞാൻ നിനക്ക് ഏൽപ്പിച്ച്
കൊടുത്തില്ല. അവളിബ്താലിയ, അന്ന് എന്നോട് ദേഷ്യം പിടിച്ചിട്ടുണ്ടല്ലേ എന്ന് ഒരിക്കൽ റസൂൽ യാ അബാ തുറാബ്, അങ്ങനെ റസൂൽ വീണ്ടും ചോദിക്കണ നേരാണത്. അബൂ തുറാബെ, നീ എന്നോട് ദേഷ്യം പിടിച്ചിട്ടുണ്ട് അല്ലേ അന്ന്? എന്നാൽ കേട്ടോ, ഞാൻ എങ്ങനെയാണ് എന്നെ വേറെ ആൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക? അന്ത അമാ തർള അൻ തകൂന മിന്നി ബിമൻസിലതി ഹാറൂന മിൻ മൂസ. മൂസാ നബിക്ക് ഹാറൂൻ എങ്ങനെയാണോ അങ്ങനെയാണ് നീ എനിക്ക്. വലാകില്ല നബിയ ബഅദി, ഹാറൂൻ നബിയാണ്, എനിക്ക് നബി ഇല്ലാന്നേ ഉള്ളൂ. മനസ്സിലായില്ല? മനസ്സിലായോ പറഞ്ഞത്? ഈ ഹദീത്ത് സ്വഹീഹിൽ രേഖപ്പെടുത്തിയതായി കാണാം. മനസ്സിലായോ? സിയാസത്തിൽ കാണാം, പല സ്ഥലത്തും ഈ ഹദീത്ത് ഇമാം ബുഖാരി അടക്കം. അന്ത മിന്നി ബിമൻസിലതി ഹാറൂന മിൻ മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹാറൂൻ എങ്ങനെയാണോ അങ്ങനെയാണ് എനിക്ക് നീ, അതുകൊണ്ടാണ് ഞാൻ വേറെ ആളെ നിനക്ക് ഏൽപ്പിച്ചു കൊടുക്കാത്തത് എന്ന് പുണ്യ റസൂൽ മുസ്തഫ. കൻസുൽ ഉമാലിൽ ഈ റിവായത്ത് കാണാം. ഈ റിവായത്ത് അവിടുന്ന് വായിക്കുകയാണ്. മജ്മുഅ സവായിദിലും ഈ ഹദീത്ത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീത്ത് റിപ്പോർട്ട് ചെയ്യുന്നതായി ഇമാം തബറാനി തങ്ങൾ അവിടുത്തെ മുഅ്ജമുൽ കബീറിലും ഔസത്തിലും ഈ ഹദീത്ത് രേഖപ്പെടുത്തിയതായി കാണാം. കൻസുൽ ഉമാലിലും കാണാം. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല അറിഞ്ഞുകൊള്ളു, മൻ അഹബ്ബക, ആരെങ്കിലും നിന്നെ സ്നേഹിച്ചാൽ, ഹുഫ ബിൽ അംനി വൽ ഈമാൻ, നിർഭയത്വം ഈമാനും അവനെ പൊതിയപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അലാ മൻ അഹബ്ബക, ഇവിടെ അബൂ തുറാബ എന്ന് വിളിച്ചിട്ട് റസൂൽ വിശദീകരിക്കുന്നിടത്ത് എന്ത് പറഞ്ഞു? ആരെങ്കിലും നിന്നെ സ്നേഹിച്ചാൽ, ഹുഫ, അവനെ പൊതിയപ്പെടും, ബിൽ അംനി, അള്ളാന്റെ ഭാഗത്തുള്ള നിർഭയത്വം കൊണ്ട്, വൽ ഈമാനി, ഈമാൻ കൊണ്ടും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. വമൻ അബ്ഗളക, ആരെങ്കിലും നിന്നോട് ദേഷ്യം പിടിച്ചാലോ, അമാതഹുല്ലാഹു മീതതൻ ജാഹിലിയ, ജാഹിലിയ കാലത്തെ മരണം പോലെയാണ് അവൻ മരിക്കുക. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വഹുസിബ ബിഅമലിഹി ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ സ്വന്തം അമൽ കൊണ്ടല്ലാതെ ആ മഹ്ശറിൽ അവന് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ അമൽ കൊണ്ടല്ല രക്ഷപ്പെടുക. എന്തുകൊണ്ടാണ്? അള്ളാന്റെ റഹ്മത്ത് കൊണ്ടാണ്. മനസ്സിലായില്ല? അമലുണ്ടെങ്കിൽ പോയാൽ മതി എന്ന് അള്ളാഹു അവനോട് പറയും. ആരെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ. അതിൽ ഇതൊന്നും ഷിയാക്കൾ പറഞ്ഞല്ല, ഇത് തുബറാനി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദീത്ത് ബഹുമാനപ്പെട്ട ഔസത്തിൽ മുഅ്ജമുൽ കബീറിലും ഈ ഹദീത്ത് ഉണ്ട്, മജ്മുഅ സവായിദിലും ഈ ഹദീത്ത് ഉണ്ട്, കൻസുൽ ഉമാലിൽ ഈ ഹദീത്ത് ഉണ്ട്. ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിന്റെ വലിയ വലിയ മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തിയ ഹദീത്താണത്. മനസ്സിലായ? വേറെ ഇതിന്റെ റിവായത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ആ ഭാഗത്തേക്ക് വിശദമായി വരും. ഇപ്പോൾ ഇതിന്റെ ഭാഗം മാത്രമേ പറയുള്ളൂ. ഇതിവിടെ എന്ത് പറയാൻ വേണ്ടിയിട്ടാണ്? അവിടെയും പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിക്കുന്ന പേരാണ് എന്ത്? അബൂ തുറാബേൻ. അങ്ങനെയും ഹബീബായ റസൂൽ പറഞ്ഞ സംഘങ്ങൾ ഉണ്ട്. വേറെയും അവർക്ക് പേരുണ്ട്. പിന്നെ അവരുടെ പേരാണ് എന്ത്? അവരുടെ ഒരു പേരാണ് ഹൈദർ. ഹൈദർ 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 എന്നത് കുട്ടിയുടെ കോലം, അതിന്റെ ശരീര ഭംഗി ഇൻഷാ അല്ലാഹ് അടുത്ത ആൾപ്പിച്ച പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശരീര ഭംഗിയും കോലം ഒക്കെ കണ്ടപ്പോൾ ഫാത്തിമ ബിൻത് അസദ് ഇട്ട പേരാണ് എന്ത്? ഹൈദർ. പിന്നെ അബൂ താലിബ് വന്നിട്ട് പേര് മാറ്റിയതാണ് അലീൻ. മനസ്സിലായില്ല? കുട്ടിയുടെ കോലം കണ്ടപ്പോൾ കുട്ടി ഒരു ഷറുള്ള കുട്ടിയാ. അപ്പോൾ എന്ത് പേരിട്ടു? ഹൈദർ എന്നാൽ അൽ അസദു, സിംഹം. മനസ്സിലായില്ല? ഹൈദർ എന്നാണ് ആരിട്ട പേര്? ഉമ്മട്ട പേര്. അതുകൊണ്ടാണല്ലോ ഖൈബറിൽ എന്ത് പാട്ട് പാടിയത്? മുറാഹിബിന്റെ മേലക്കന്ന് ചാടിയപ്പോ എന്ത് പറഞ്ഞു? എടാ ഞാൻ ആരാന്ന് വിചാരിച്ച് എന്റെ ഉമ്മ എനിക്ക് പേരിട്ടത് ഹൈദർ എന്നാണ്, സിംഹാണ് ഞാൻ. ഭയങ്കര സംഭവങ്ങൾ ഇനി അവിടുത്തെ ശജാഅത്ത് പറയും നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ ഒരു സംഭവ. ഞാൻ ഒരുത്തലാണ് എന്റെ ഉമ്മ എനിക്ക് പേരിട്ടത് ഹൈദർ, സിംഹക്കുട്ടി എന്നാണ്. ഹൈദർ സിംഹക്കുട്ടി എന്നാണ് എന്റെ ഉമ്മ എനിക്ക് പേരിട്ടത്. അത് എപ്പോഴും വിളിച്ചിരുന്നു, എപ്പോഴും എന്നും വിളിച്ചിരുന്നു. പിൽക്കാലഘട്ടത്തിൽ നമ്മളിടയിൽ രണ്ടും കൂട്ടിയ പേര് വന്നു. അതാണ് എന്ത്? ഹൈദർ അലി. നമ്മൾ നേതാവിന്റെ പേര് പോലും അങ്ങനെയാണ്. മനസ്സിലല്ലേ? പറ. പൂക്കോയപ്പാപ്പെട്ട പേരാണ് എന്ത്? ഹൈദർ അലി. ഹൈദർ അലിയാണ്, അലിയും അലിയാണ്, രണ്ടും കൂടിയതാണ്. ബാപ്പട്ട പേരും ഉമ്മട്ട പേരും കൂടി കൂട്ടിയതാണ് എന്ത്? ഹൈദർ അലി. ഹൈദർ ഉമ്മട്ട പേര്, അലി ബാപ്പയുടെ പേര്. ഹൈദർ എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ശരീര ഭംഗിയൊക്കെ ഭയങ്കര, അനങ്ങാൻ പറ്റൂല ഒരാൾക്ക്. വലിയ ആളാ. വിശദമായി പറയും, ശുജാഅത്ത് പറയുമ്പോൾ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അനല്ലദീ സമ്മത് ലിഉമ്മി ഹൈദറ കാട്ടിലെ സിംഹം പോലെ തന്നെയാണ്. കരീഹിൽ മല്ലറ, ദേഷ്യം പിടിച്ചാ പിന്നെ കാണാൻ യാതൊരു ചുറുക്കുണ്ടാവില്ല. ദേശത്തിന്റെ കോലട് മാറിയാൽ ആർക്കും പായേണ്ടി വരും. അങ്ങനത്തെ ആളാണ് ഞാൻ എന്ന്
പറ അനല്ലദീ സമ്മത് ലി ഉമ്മി ഹൈദറ. സ്വയം പോരിമ പറയാൻ പാടില്ല, അതുകൊണ്ടൊരു ഒരു ദീനിന് ഗുണമുണ്ടെങ്കിൽ പറയാം എന്നതിന് തെളിവാണ് അലിയാര ഈ സംഭവം. മനസ്സിലായില്ല? ഞാൻ ആരാന്നാ വിചാരിച്ചത്? എന്റെ ഉമ്മട്ട പേരാണ് എന്ത്? സിംഹക്കുട്ടി. ഞാൻ ആരാ? സിംഹക്കുട്ടി. ശത്രുവിനെ നിസാരപ്പെടുത്താൻ വേണ്ടിയും ഇസ്ലാമിന്റെ ഇസ്സത്തിന് വേണ്ടിയും അവർ ചെല്ലിയ ബെയ്ത്താണ് എന്ത്? അനല്ലദീ. അല്ലെങ്കിൽ സ്വയം പോരിമ പറയാൻ പാടില്ല, എന്നാൽ ദീനിന് അതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ സ്വയം പോരിമ പറയാം. മനസ്സിലായില്ലേ? ഒരു ശത്രു ചോദ്യം ചോദിക്കുമ്പോൾ വിവരമുള്ള ആലിമ് എന്നെ കൊണ്ട് നടക്കൂല എന്നല്ല പറയേണ്ടത്, ഈ എന്തും ചോദിച്ചോ. മനസ്സിലായില്ല? എന്റെ കാലത്തെറ്റാതെ ഞാൻ മറുപടി പറയാം. എന്നോടൊന്ന് മറുപടി പറയാൻ എനിക്ക് ഒരാളെടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇത് കിബറാണോ? അല്ല. അതവിടെ മറുപടി പറയൽ ആവശ്യം. മുന്നിൽ നിൽക്കുന്ന ദീനിന്റെ ശത്രുവാണ്, അവന്റെ മുന്നിൽ താന്നു കൊടുക്കാൻ പാടില്ല. താന്നാൽ അവിടെ താഴുക എന്തായിരിക്കും? ദീനാണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ സ്വയം പോരിമ പറയാം, അതുകൊണ്ട് സമുദായത്തിനും ദീനിന് ഉപകാരമുണ്ടെങ്കിൽ സ്വയം പോരിമ പറയാം എന്ന ബാബിൽ ഈ ഹൈദർ എന്ന വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇമാം ബുഖാരി അടക്കം ഈ ബൈത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനല്ലദീ സമ്മത് ലി ഉമ്മി ഹൈദറ എന്നതുപോലെ അനനബിയുൻ ലാ കദിബ് അനബിനു അബ്ദുൽ മുത്തലിബ്. അതിൽ അത് മാത്രമല്ല പൊന്നുമോനെ, അതിൽ വേറെ ചില സംഗതികളുണ്ട്. തറവാടിത്തമുള്ള, കളവ് പറയാത്ത നീതിമാനായ വല്യാപ്പയായിരുന്നല്ലോ ആര്? എന്റെ വല്യാപ്പ അബ്ദുൽ മുത്തലിബ്. പിന്നെ നിങ്ങൾ എങ്ങനെ എന്നെ കളവാക്കി? എന്റെ വല്യാപ്പ ഒരു വാക്കിന് വേണ്ടി കളവ്, ലാഭത്തിന് വേണ്ടി കളവ് പറഞ്ഞ ആളല്ല, നിങ്ങൾക്ക് അറിയില്ലേ? അതാണ് ഇത് പുണ്യ റസൂൽ മുസ്തഫ. അങ്ങനെയും ഹൈദർ എന്ന പേരുണ്ട് എന്ന് അത് അവരുടെ സ്ഥാനനാമങ്ങളിൽ പെട്ടതാണ്. പിന്നെ വേറെയും പേരുണ്ട്, ഒരുപാട് പേരുകൾ കാണാം. ബഹുമാനപ്പെട്ട ഇമാം തുബരി തങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസിൽ അവരുടെ ലഖബുകൾ വിശദീകരിക്കുന്നിടത്ത് പറയാം, ബൈലത്തുൽ ബലദി, നാട്ടിലെ പ്രധാനി. ബൈലത്തുൽ ബലദി, നാട്ടിലെ പ്രധാനി. സ്വഹാബികൾക്കിടയിൽ പരക്കെ അറിയപ്പെട്ട ഒരു പേരാണ് ബൈലത്തുൽ ബലദാണ്. ആര്? നാട്ടിലെ പ്രധാനിയാണ്. ആര് ഭരിച്ചാലും നാട്ടിലെ പ്രധാനികളിൽ പ്രധാനിയായിരുന്നു ആര്? സയ്യിദുനാ അലി ബിൻ അബി ത്വാലിബ്. ഒരു സംഭവം ഞങ്ങളോട് പറഞ്ഞു ആരുടെ കാലത്ത്? ഉമർ ഇബ്നു ഖത്താബിന്റെ കാലത്ത് ഉള്ള സംഭവം. അതുപോലെ തന്നെ നൂറുകണക്കുന്ന പോയിന്റ് പിന്നീട് പറയും ഇൻഷാ അല്ലാഹ്. ബൈലത്തുൽ ബലദി, നാട്ടിലെ പ്രധാനി സയ്യിദുനാ ഷരീഫ്. പൊതുവെ സയ്യിദന്മാർക്ക് പറയുന്ന പേരാണ് എന്ത്? ഷരീഫ്. എങ്കിൽ അവർ ഷരീഫുൽ അഷ്റഫാണ്. സയ്യിദന്മാർക്ക് പൊതുവെ പറയുന്ന പേരാണ് എന്ത്? ഷറഫാക്കപ്പെട്ട ആള്. ലോകത്തിന്റെ നാനാഭാഗത്ത് നമ്മളിപ്പോ തങ്ങൾ എന്ന് പറയുന്ന വാക്കിനാണ്, ആ പ്രയോഗത്തിലാണ് അറബി രാജ്യങ്ങളിൽ എന്ത് പറയാ? ഷരീഫ് എന്ന് പറയാം. തങ്ങന്മാർക്കൊക്കെ ഷരീഫ് എന്നാ പറയാം. മനസ്സിലായില്ലേ പറഞ്ഞത്? ഷരീഫ് എന്നാ പറയാം. മനസ്സിലായില്ലേ? ഹബീബ് അലി ജിഫിരി കേട്ടിട്ടില്ലേ? ഹബീബ് അലി ജിഫിരിയെ കേട്ടിട്ടില്ലേ? വലിയ മഹാനാണ് അദ്ദേഹം. മുസ്ലിം ലോകത്തെ പ്രധാനപ്പെട്ട സുന്നത്തിമായത്തിന്റെ പ്രഭാഷകരിൽ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന ഒരാളാണ്. ആര്? ഹബീബ്. കേട്ടിട്ടില്ലേ? വലിയ ആളാണ് ഹബീബ് അലി ജിഫിരിയെ പോലത്തെ ആളുകളൊക്കെ. അവരൊക്കെ ഷരീഫ് എന്നാ പറയാം. എങ്കിൽ ആ ഷരീഫന്മാരുടെ ബാപ്പയാണ് ആര്? സയ്യിദ്നാ അലി റളിയല്ലാഹു അൻഹു. ഷരീഫ് എന്നവർക്ക് പേരുണ്ട്. പിന്നവർക്ക് അൽ-ഹാദി, വെളിച്ചം കാട്ടിക്കൊടുക്കുന്ന ആൾ എന്ന് സയ്യിദ്നാ അലി ബിൻ അബി ത്വാലിബിന് മുസ്ലിം ലോകം കൊടുത്ത പ്രധാനപ്പെട്ട സ്ഥാനനാമങ്ങൾ. അൽ-ഹാദി, ഏതൊരാൾക്കും വെളിച്ചം കാട്ടിക്കൊടുക്കുന്ന ആൾ സയ്യിദ്നാ അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ പേരുണ്ട്. കേട്ടതെല്ലാം മനപ്പാടമാക്കുന്ന ചെവിയുടെ ആൾ, കേട്ടതെല്ലാം സൂക്ഷിക്കുന്ന ചെവിയുടെ ആൾ. ആരുടെ പേരാ? എന്ത് കേട്ടാലും മറക്കൂല. ആര്? സയ്യിദ്നാ അലി. ഒരു പേരാണ് എന്ത്? എന്ത് കേട്ടാലും സൂക്ഷിക്കുന്ന ചെവിയുടെ ഉടമക്കാരൻ. മറക്കാൻ എന്ന പരിപാടിയായില്ല. എന്ത് കേട്ടാലും സൂക്ഷിച്ചു വെക്കുന്ന ചെവിയുടെ ഉടമക്കാരൻ സയ്യിദ്നാ അലി. അങ്ങനെയും പേരുണ്ട് എന്ന് വേറെയും പേരുണ്ട്. യഅ്സൂബുദ്ദീൻ, ദീനിന്റെ റാണി. യഅ്സൂബുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ റാണി. യഅ്സൂബ്, തേനീച്ച കൂട്ടത്തിൽ യഅ്സൂബ് പോലെയാണ് ആര്? സയ്യിദ്നാ അലി റളിയല്ലാഹു അൻഹു എന്ന്. അങ്ങനെ ധാരാളം പേരുകൾ കാണാം. ചില പേരുകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ, സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാഹി ഖംസത്തുൻ
وطفي بها حر الوباء العاطمة المصطفى والمرتضى وابناهما والفاطمة لخمسة وطفي بها حر الوباء العاطمة المصطفى والمرتضى وابناهما والفاطمة لخمسة وطفي بها حر الوباء العاطمة المصطفى والمرتضى وابناهما والفاطمة. അല്ലാഹു തആല അവരെ കൂടെയാകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതുകൊണ്ട് ഞാനും നിങ്ങളും കൗസർ വാങ്ങണ്ടേ? ഈ പ്രഭാഷണം നമുക്ക് കൗസറിന് അർഹമായ പ്രഭാഷണമായിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക് എല്ലാവരും ഈ പ്രഭാഷണത്തെ സഹായിക്കണം. ഇത് എത്ര കൊല്ലം കഴിഞ്ഞ് അവസാനിച്ചാലും അതങ്ങനെ പറയാൻ കാരണം ഇതിൽ ഒതുങ്ങൂല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അലി റളിയല്ലാഹു അൻഹു മുതൽ ബഹുമാനപ്പെട്ട മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വരെയും ഹൈദർ അലി ശിഹാബ് തങ്ങൾ വരെയുമുള്ള ബഹുമാനപ്പെട്ട അഷ്റാഫിന്റെ സമുദായ സേവനങ്ങൾ ഈ പ്രഭാഷണത്തിൽ വിശദീകരിക്കും. അവരുടെ സ്വഭാവങ്ങൾ, രീതികൾ, അവരുടെ ഇബാദത്തുകൾ. 1000 സുജൂദ് ദിവസേന ചെയ്തിരുന്ന ഷരീഫന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു ദിവസം എത്ര സുജൂദ് ചെയ്യും? 1000 സുജൂദ് ചെയ്യും. അങ്ങനത്തെ മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഷരീഫന്മാരുടെ കൂട്ടത്തില്. വലിയ വലിയ മഹാൻ. അല്ലാഹു തആല അവരെയൊക്കെ പഠിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനത്തെ ആണുങ്ങൾ, അങ്ങനത്തെ പെണ്ണുങ്ങൾ. ബഹുമാനപ്പെട്ട ഉമറുൽ ഫൂത്തി തങ്ങൾ അസ്ഹർ ഷരീഫിൽ ചെന്നപ്പോൾ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറഞ്ഞു. അപ്പോൾ അക്കാലത്തെ അസ്ഹർ ഷരീഫിലെ പണ്ഡിതന്മാർ ഉമറുൽ ഫൂത്തി തങ്ങളോട് ചോദിച്ച്, നിങ്ങളെപ്പോലത്തെ ആള് ഇനി നിങ്ങളെ നാട്ടിലുണ്ടോ? അപ്പൊ പറഞ്ഞു, എൻ്റെ പോലത്തെ ആളുകൾ ഇനിയും സയ്യിദന്മാരുടെ കൂട്ടത്തിലൊക്കെ എൻ്റെ നാട്ടിലുണ്ട്, പക്ഷെ എൻ്റെ അമ്മാനെ പോലത്തെ ഒരാളുണ്ടാവില്ല എന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ്, എൻ്റെ അമ്മ ഭയങ്കര മുത്തിയാത്തുല്ലിൽ അബി, ബാപ്പാക്ക് ഭയങ്കര ഭയപ്പെടുന്ന അമ്മയായിരുന്നു. അമ്മാന്റെ മോന ഞാൻ. അതാണ് അള്ളാഹു ഇനി ബർക്കത്ത് തന്നത്. അതെന്താന്ന് ചോദിച്ചു. പറഞ്ഞു, ബാപ്പ 4ാമത്തെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന്. അമ്മ 1ാമത്തെ ഭാര്യ. 4ാമത്തെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന്. അങ്ങനെ ആ കല്യാണം കഴിച്ച ആദ്യ രാത്രി ആ പെണ്ണുമായി കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ പ്രധാന മുറിയിലേക്ക് ആ പെണ്ണിനെയും പുതിയ ഭാര്യനെയും കൊണ്ട് വീട്ടിന്റെ അകത്തേക്ക് കയറി, റൂമിലേക്ക് കയറി. ആര്? അപ്പ രാത്രി പ്രവേശിച്ചു. അപ്പോൾ ആദ്യ ഭാര്യയായ എൻ്റെ അമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈത്തിനി ബി സജ്ജാദിൻ, ഒരു സജ്ജാദ് കൊണ്ടിരുന്നു. സജ്ജാദ് പറഞ്ഞാല് മുസല്ല 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 സജ്ജാദ് മുസല്ല കൊണ്ടിരുന്നു രാത്രി തജ്ജുസ്കരിക്കാൻ വേണ്ടി. അപ്പൊ എന്ത് ചെയ്ത്, ഉമ്മ സജ്ജാദ് എടുക്കാൻ വേണ്ടി ഓടി. ഇങ്ങോട്ട് വേഗം ഒരു സജ്ജാദും കൊണ്ട് ഓടി വന്ന്. അങ്ങനെ സജ്ജാദ് എടുക്കാൻ വന്നപ്പോഴത്തേന് വാതിലടച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അള്ളാനെ പേടിച്ചു. ഭർത്താവ് ഭാര്യയുമായ ഒരു സന്തോഷകരമായ ഒരു കാര്യത്തിലാവുമ്പോൾ അവരെ വാതിലിൽ മുട്ടിയിട്ട് ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ച് എന്ത് ചെയ്ത് അവിടെ നടന്ന് തിരിച്ചു പോകാനും പേടി. കാരണം എന്തുകൊണ്ട്? വാതിൽ തുറന്നാണ്ട് സജ്ജാദ് ചോദിച്ചാലോ, അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ അവര് വിഷമം തോന്നിയാലോ, അതിലാണ് നിന്ന്. സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്നവരെ എൻ്റെ ഉമ്മ അവിടെ വന്നു. സുബഹിയുടെ ബാങ്ക് കൊടുത്തപ്പോൾ എല്ലാം കഴിഞ്ഞ് ബാപ്പ എന്ത് ചെയ്തു? തഹജ്ജുദിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇരുട്ടിൽ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. മൻ ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആദ്യത്തെ ഭാര്യ എന്നാലിന് ആളാണെന്ന്. അപ്പൊ പറഞ്ഞു, മീൻ മത്ത ഈ എപ്പം മുതൽ അവിടെ നിൽക്കണം ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, ഞാന് ഇന്നലെ നിങ്ങൾ റൂമിൽ പ്രവേശിക്കുന്നത് മുതൽ നിൽക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, എങ്കിൽ അള്ളാഹു നിനക്ക് ലോകത്തെ ഇസ്ലാം മതത്തെ ഉയർത്തുന്ന വെന്നിക്കൊടി നാട്ടുന്ന ഒരു ആൺകുട്ടിയെ നിനക്ക് തരും. അതിൽ ഉണ്ടായ മോനാണ് ആര്? ബഹുമാനപ്പെട്ട ഉമറുൽ ഫൂത്തി. അവരെയൊക്കെ ചരിത്രം ഇതിനിടയിൽ ഞങ്ങളോട് പറയും ഇൻഷാ അള്ളാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. 10 ലക്ഷം ആളുകളാണ് ഉമറുൽ ഫൂത്തിയെ കൊണ്ട് ലോകത്ത് മുസ്ലിമായത്. 10 ലക്ഷം ആളുകൾ മുസ്ലിമായിട്ടുണ്ട്. ആരെ കൊണ്ട്? ഉമറുൽ ഫൂത്തി തങ്ങൾ. അതൊക്കെ ഇൻഷാ അള്ളാഹ് പറയും ഞാൻ ഇൻഷാ അള്ളാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ്. അവരൊക്കെ നോക്ക്, നിങ്ങൾ ഇങ്ങനെ എത്ര ആളുകൾ, എത്രയാ അഷ്റാഫിന്റെ ചരിത്രം. ഇൻഷാ അള്ളാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവർ നോക്കി നിങ്ങൾ ചിന്തിക്കുക. അവരുടെ ചില നാമങ്ങൾ പറയാ. ബഹുമാനപ്പെട്ടവരെ, ദീനിന്റെ റാണി, മുസ്ലിമീങ്ങളുടെ റാണി, അമീറുൽ മുഅ്മിനീൻ എന്ന് എക്കാലത്തും അവരെ വിളിച്ചിരുന്നു. ഏത് കാലത്തും അവരെ അമീറുൽ മുഅ്മിനീൻ എന്ന് സ്ഥാനപ്പേര് വിളിച്ചിരുന്നു. ബഹുമാനപ്പെട്ടവരെ അങ്ങനെ വിളിച്ചിരുന്നു. പിന്നെ അവരെ വിളിച്ചിരുന്നത് മൗലൽ മുഅ്മിനീങ്ങളുടെ നേതാവ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുണ്യ റസൂൽ പറഞ്ഞത് മൗല കുല്ലി മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങളുടെയും നേതാവാണ് ആര്? അലി. ഹാറൂനെ പോലെ ഒരാൾ. നേരത്തെ ഹദീസ് പറഞ്ഞു എന്ത്?
അന്ത മിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസാ. മൂസാ നബിക്ക് ഹാറൂൻ എങ്ങനെയാണോ അങ്ങനെയാണ് പൊന്നുമോനെ നീ എനിക്ക്. പുണ്യ റസൂൽ ശബീഹും ബി ഹാറൂൻ, ഹാറൂനോട് ഏറ്റവും സാദൃശ്യമുള്ള ആൾ. അൽ മുർത്തല, എല്ലാ നിലയിലും പൊരുത്തം വാങ്ങിയ ആൾ സയ്യിദ്ന അലി. അള്ളാന്റെ പൊരുത്തം വാങ്ങിയ ആൾ സയ്യിദ്ന അലി. മുത്തുനബിയുടെ പൊരുത്തം വാങ്ങിയ ആൾ സയ്യിദ്ന അലി. അതേപോലെ പറഞ്ഞില്ലേ, ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പേരാണ് അവർക്ക് എന്ത്? അൽ മുർത്തല. അൽ മുർത്തല സയ്യിദ്ന അലി. പിന്നെ അവരുടെ മറ്റൊരു പേരാണ് അഖുർ റസൂൽ, മുത്തുനബിയുടെ സഹോദരൻ. അബൂ ത്വാലിബിന്റെ മകൻ എന്ന കൂട്ടത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചനുജനായി എടുത്തു വളർത്തിയ കുട്ടിയാണല്ലോ ആര്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ജാഫറിനെ ആരെടുത്ത് വളർത്തി? അബ്ബാസ് റളിയല്ലാഹു അൻഹു. കൊച്ചനുജനായ അലി റളിയല്ലാഹു അൻഹുവിനെ പുണ്യ റസൂലും എടുത്തു വളർത്തി. അതുകൊണ്ട് സ്വഹാബികൾക്കിടയിൽ പരക്കെ അറിയപ്പെട്ട പേരാണ് ഏത്? അഖുർ റസൂൽ, ഹബീബായ റസൂലുള്ളാഹിന്റെ സഹോദരൻ. പിന്നെയും അവർക്ക് പേരുണ്ട് അസ്സൈഫുൽ മസ്ലൂൽ. അസ്സൈഫുൽ മസ്ലൂൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഊട്ടപ്പെട്ട വാള് സയ്യിദ്ന അലി. അലിക്കൊരു വാളുണ്ട്, ദുൽഫുഖാർ. പിന്നീട് പറയും ഇൻഷാ അല്ലാഹ്, ശജാഅത്തിൽ പറയും അലിക്കൊരു വാളുണ്ട്. എന്താ വാളിന്റെ പേര്? ഫുഖാർ. അങ്ങനത്തെ ഒരു വാള് ലോകത്തില്ല എന്നാണ്. ആര് കൊടുത്ത വാളാ? മുത്തുനബി കൊടുത്ത വാളാ. മനസ്സിലായില്ലേ? സൈഫുല്ലാഹിൽ മസ്ലൂൽ, അല്ലാഹുവിന്റെ ഖഡ്ഗം. അല്ലാഹുവിനു വേണ്ടി ഉറയിൽ നിന്ന് ഊരപ്പെട്ട ഖഡ്ഗമാണ് സയ്യിദ്ന അലി റളിയല്ലാഹു. അബൂ സിബ്തൈൻ, രണ്ട് തറവാട്ടുകാരുടെയും ബാപ്പ. രണ്ട് തറവാട്ടുകാർ, ഹസനി ഖബീലയുടെയും ഹുസൈനി ഖബീലയുടെയും ബാപ്പയാണ് സയ്യിദ്ന അലി. മുത്ത് റസൂലുള്ളാഹിയുടെ രണ്ട് പേരമക്കളുടെ ബാപ്പയാണ് സയ്യിദ്ന അലി. ആ സിബ്തൈനിയാകുന്ന ആ പേരമക്കൾ വഴിയാണല്ലോ അള്ളാന്റെ ഹബീബിന്റെ പരമ്പര ഖിയാമത്ത് നാൾ വരെ ലോകത്ത് നിലനിൽക്കുന്നത്. അവരെ ബാപ്പയാണ് ആര്? സയ്യിദ്ന അലി. അബൂ റയ്ഹാനത്തൈൻ, രണ്ട് റയ്ഹാൻ പുഷ്പത്തിന്റെ വാപ്പ എന്നും പേരുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ്ന അലി. അബൂ റയ്ഹാനത്തൈൻ, അബൂ സിബ്തൈൻ എന്നും പേരുണ്ട്, അബൂ റയ്ഹാനത്തൈൻ എന്നും പേരുണ്ട്. ആരാണ് റയ്ഹാനത്തുർ റസൂൽ? ഒന്ന് സയ്യിദ്ന ഹസന്, ഒന്ന് സയ്യിദ്ന ഹുസൈന് റളിയല്ലാഹു അൻഹു. അങ്ങനെ പേരുണ്ട്. സൗജുൽ ബത്തൂൽ, ബത്തൂൽ ബത്തൂൽ മുസ്തനബി ഫാത്തിമ ബിബിയുടെ പേരാണ് അൽ ബത്തൂൽ. അള്ളാഹ്ക്ക് വേണ്ടി ദുനിയാവിന്റെ എല്ലാം മുറിക്കപ്പെട്ട പെണ്ണാണ് ആര്? ഫാത്തിമ. അള്ളാഹ്ക്ക് വേണ്ടി എല്ലാ ദുനിയാവിനെയും മുറിക്കപ്പെട്ട പെണ്ണാണ് ആര്? ഫാത്തിമ. സൗജുൽ ബത്തൂൽ, ബത്തൂലിന്റെ ഭർത്താവ്. ബത്തൂൽ ആരുടെ പേരാ? ഫാത്തിമയുടെ പേരാണ് ആര്? എന്താണ് എന്ത്? ബത്തൂൽ. ബത്തൂൽ ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കും. അമീറുൽ ബററ, ഗുണവാന്മാരുടെ നേതാവ്. ഖാതിലുൽ ഫജറ, തമ്മാടികളോട് സന്ധിയില്ലാതെ സമരം ചെയ്ത ആൾ. മറ്റൊരു പേരാണ് സയ്യിദ്ന അലിയുടെ റളിയല്ലാഹു. സാഹിബുൽ ലിവാ, ബദർ യുദ്ധത്തിലടക്കം എല്ലാ യുദ്ധങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൊടി പിടിച്ച് നടന്ന ആൾ സയ്യിദ്ന അലി. സാഹിബുൽ ലിവാ, കൊടിക്കാരൻ. യാത്രയിൽ കൊടി ആര് പിടിച്ചാലും യുദ്ധം തുടങ്ങിയാൽ കൊടി അലിയുടെ കയ്യിലാണ് കൊടുക്കുക റസൂലുള്ളാഹ്. എന്താ ഞാൻ പറഞ്ഞത്? മനസ്സിലായില്ല? യാത്രയിൽ ആര് കൊടി പിടിച്ചാലും യുദ്ധം കഴിയും, യുദ്ധം തുടങ്ങിയാൽ കൊടി ആരുടെ കയ്യിലാവും? റസൂലിന്റെ ഏൽപ്പും. കൊടി റസൂലുള്ളാഹി അലിയുടെ കയ്യിലാണ് കൊടുക്കും. സാഹിബുൽ ലിവാ, കൊടിയുടെ ആൾ. മനസ്സിലായോ? അല്ലാഹു തആല പരലോകത്ത് ആ കൊടിയുടെ പിന്നാലെ, മുത്തുനബിയുടെ ആ കൊടിയുടെ പിന്നാലെ, അതിന്റെ നേരെ ചോട്ടിൽ സയ്യിദ്ന അലി ഉണ്ടാവും, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ ഹുസൈൻ. അവർ ആ കൊടിയുടെ പിന്നാലെ നിൽക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു പേരാണ് അവരുടെ ഒരു പേരാണ് എന്ത്? സാഹിബുൽ ലിവാ, കൊടിക്കാരൻ. ഹബീബായ നബിയുടെ കൊടിക്കാരനാണ് സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു. പിന്നെയും അവർക്ക് പേരുണ്ട്. എന്താണ് അവരുടെ മറ്റൊരു പേര്? അവരുടെ മറ്റൊരു പേരാണ് ബാബുൽ മദീന, പട്ടണത്തിന്റെ വാതിൽ. ഏതാ പട്ടണം? അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ മദീനയാണ്, അലി അതിന്റെ കവാടമാണ്. ഇൽമിന്റെ നഗരത്തിലേക്കുള്ള കവാടമാണ് സയ്യിദ്ന അലി. അപ്പോൾ അലിയാർക്കൊരു പേരുണ്ട്, എന്ത്? ബാബുൽ മദീന, പട്ടണ കവാടം. മനസ്സിലായില്ലേ? അല്ലാഹു ഈ ബർക്കത്തോണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ എന്ന്. പിന്നെയോ വീണ്ടും അവർക്ക് പേരുണ്ട് വസിയുർ റസൂൽ. റസൂലുള്ളാഹിന്റെ വസിയത്ത് ഏൽപ്പിച്ച ആൾ അവസാന ശ്വാസത്തിന്റെ മുമ്പും വസിയത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിക്കുന്നത് സയ്യിദ്ന അലി ആരെയാണ്? അതേപോലെ തന്നെ
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രഹസ്യ സംഭാഷണം നടത്തിയാൽ നജ്വർ റസൂൽ, ഹബീബിന്റെ രഹസ്യ സംഭാഷണം കൈകാര്യം ചെയ്താൽ സയ്യിദുനാ അലി. മനസ്സിലായില്ലേ? അങ്ങനെയും പേരുണ്ട്. റസൂലുള്ളാഹി രഹസ്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യൽ ആരാണ്? ഉറക്കപ്പറ. സയ്യിദുനാ അലി റളിയല്ലാഹു. ഖാലിൽ ഖുലാത്തി, ജഡ്ജിമാരുടെയും ജഡ്ജി, അഖ്ലന്നാസ്, ജനങ്ങളിലെ ഏറ്റവും വലിയ ജഡ്ജി. ഒരു വിഷയത്തിൽ അലി ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ സിദ്ദീഖുൽ അക്ബറോ ഫാറൂഖോ അതിന്റെ മേലെ തീരുമാനം പറയൂല. എന്തുകൊണ്ട്? നിന്റെ തീരുമാനം ഹക്കായ തീരുമാനമായിരിക്കുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വിധിയിലും അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് പറഞ്ഞതിന് ശേഷവും ഒരു വിധിയും എനിക്ക് പ്രയാസമായിട്ടില്ല എന്ന് സയ്യിദുനാ അലി. ഒരു ജനങ്ങളെ മേൽ ഒരിക്കൽ വിധി അർപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞു, നബി എനിക്ക് വിധി പറയാൻ, വലിയ വലിയ മനുഷ്യന്മാരുടെ വിധി പറയാൻ. അപ്പൊ റസൂൽ പറഞ്ഞില്ല, ഈ പേടിക്കണ്ട, ഈ ജനങ്ങളിലെ ഏറ്റവും വലിയ വിധി കർത്താവായി മാറും. മദീനയിലെ ഏത് കാലഘട്ടത്തിലും ഏറ്റവും വലിയ ജഡ്ജിയാണ് ആര്? സയ്യിദുനാ അലി. ഏറ്റവും വലിയ ആലിം സയ്യിദുനാ അലിയാണ് റളിയല്ലാഹു. പിന്നീട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ജഡ്ജിമാരുടെയും ജഡ്ജി, അഖ്ലന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ജഡ്ജി, അങ്ങനെയൊക്കെ ബഹുമാനപ്പെട്ടവർക്ക് പേരുണ്ട്. പിന്നെയോ റസൂലുള്ളാഹിന്റെ കടം വീട്ടിയാൽ, റസൂലുള്ളാഹിന്റെ കടം വീട്ടാൻ പുണ്യ നബി ഏൽപ്പിച്ചത് അലിയാരെയാണ്? ഉറക്കെ പറ. ചിന്തിക്ക്. എന്റെ കടം അലിയാരല്ലാതെ ഒരാൾക്ക് വീട്ടാൻ അധികാരമില്ല എന്ന് പുണ്യ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ ഫളായിലിൽ വരും. എന്റെ കടം വീട്ടേണ്ട ആൾ ആരാണ്? അലിയാണ് എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്റെ കടം വീട്ടേണ്ട അധികാരം അലിയാരുടെ കടയം ഞാനും വീട്ടും, എന്റെ കടം അലിയാരും വീട്ടും, വേറെ ആക്കതിന് അധികാരമില്ല. പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ സയ്യിദ് ഹബീബില്ലാ. പിന്നെയും അവർക്ക് പേരുണ്ട് സഫ്വത്തുൽ ഹാഷിമീൻ, ഹാഷിമിയാക്കളിൽ ഏറ്റവും കടഞ്ഞ തെളിക്ക് ശുദ്ധീകരിക്കപ്പെട്ട ആൾ സഫ്വത്തുൽ ഹാഷിമീൻ. ഹാഷിമീങ്ങൾ ആണല്ലോ സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയുള്ള കൂട്ടരാണ്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ലേ ആര്? ഹാഷിമിയാക്കൾ, സഫ്വത്തുൽ ഹാഷിമീൻ. ഹാഷിമീൻ കബീലയിൽ ഏറ്റവും ശുദ്ധപ്പെടുത്തപ്പെട്ട ആളാണ് സയ്യിദുനാ അലി. ഇനിയും അവർക്ക് പേരുണ്ടായാലും ഖുർറാറു ഗൈറൽ ഫുജാർ, പേടിച്ചോടാതെ എപ്പോഴും ധീരമായി എടുത്തു ചാടുന്ന ആൾ. അൽ ഖുർറാറു ഗൈറൽ ഫുജാർ, പേടിച്ച് പിന്മാറ്റം മാറാതെ എപ്പോഴും ധീരമായി എടുത്തു ചാടുന്ന ആൾ സയ്യിദുനാ അലി. അൽ ഖുർറാറു ഗൈറൽ ഫുറാർ ഒരു പേരാണ്, ബഹുമാനപ്പെട്ടവൻ. ബാലിൽ ജിൽബാബ്, ബാലിൽ ജിൽബാബ്, ബാലിൽ ജിൽബാബ്, ബാലിൽ ജിൽബാബ്, ബാലിൽ മേൽ വസ്ത്രം മേൽ പിന്നിപ്പോയാൽ മോശപ്പെട്ട വസ്ത്രം ധരിക്കൂ. വിലയില്ലാത്ത ഏറ്റവും വില കുറഞ്ഞ വസ്ത്രമാണ് ആര് ധരിക്കുക? ഭയങ്കര സാഹിദ. അൽ ബഖറയിൽ ഒരു ആയത്തില്ലേ, الذين ينفقون أموالهم بالليل والنهار سرا وعلانية. ആയത്ത് അലിയാർക്ക് വേണ്ടി ഇറങ്ങിയത്. എന്താ കാരണം? അലിയാരുടെ കയ്യിൽ 4 ദിർഹം ഉണ്ടായിരുന്നു. ഒരു ദിർഹം അദ്ദേഹം രഹസ്യമായി ദാനം ചെയ്തു, ഒരു ദിർഹം അദ്ദേഹം പരസ്യമായി ദാനം ചെയ്തു, ഒരു ദിർഹം അദ്ദേഹം പകലിൽ ദാനം ചെയ്തു, ഒരു ദിർഹം അദ്ദേഹം രാത്രിയും ദാനം ചെയ്ത് 4 ദിർഹം തീർന്നപ്പോൾ ജിബ്രീൽ ആയത്ത് കൊണ്ടുവന്നു. الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم فلا خوف عليهم ولا هم يحزنون. ഈ ആയത്ത് സയ്യിദുനാ അലി 4 ദിർഹം ഉണ്ടായിരുന്നു. 4 ദിർഹം ഉണ്ടായിരുന്നു സയ്യിദുനാ അലിയുടെ കയ്യില്. ഒരു ദിർഹം പകലിൽ ദാനം ചെയ്തു, ഒരു ദിർഹം രാത്രിയിൽ ദാനം ചെയ്തു, ഒരു ദിർഹം പരസ്യമായും ദാനം ചെയ്തു, ഒരു ദിർഹം പരസ്യമായും ദാനം ചെയ്തു. 4 ദിർഹവും തീർന്നപ്പോൾ സയ്യിദുനാ മുഖറബുൽ അംലാക്ക് ജിബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന ആയത്ത് കൊടുത്തു. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ. പകലിൽ കൊടുക്കുന്നവരും രാത്രിയിൽ കൊടുക്കുന്നവരും രഹസ്യമായി കൊടുക്കുന്നവരും പരസ്യമായി കൊടുക്കുന്നവരും എന്ന 4 വിശേഷണം പറഞ്ഞിട്ട് പറഞ്ഞു ഫലാ ഖൗഫുൻ അലൈഹിം. ആരും പേടിക്കുന്ന ദിവസം ആ വ്യക്തിക്ക് പേടിയില്ല, ആരും ദുഃഖിക്കുന്ന ദിവസം ആ വ്യക്തി ദുഃഖിക്കുകയില്ല.
നസലത്ത് ഫി അലി, ഈ ആയത്ത് അലിയൊക്കെ ഇറങ്ങിയതാ. വളരെ ബാലിൽ ജിൽബാബ്, ദ്രവിക്കാനായ മേൽവസ്ത്രം ധരിച്ച് നടക്കുന്ന എന്ത് ഒന്ന് പറ. ദ്രവിക്കാനായ വസ്ത്രം ധരിച്ചു നടക്കുന്ന ആൾ. അത് അലക്കിയിട്ട് പിന്നെ അതന്നെ ഇടും, അത് അലക്കിയിട്ട് പിന്നെ അതന്നെ ഇടും. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മുതലുണ്ടാക്കുകയാണെങ്കിൽ മുതലുണ്ടാക്കാൻ പറ്റിയ ആളായിരുന്നു ആര്? ഫാത്തിമാന്റെ ഭർത്താവല്ലേ, വലിയ ആളല്ലേ. ആരാ ഇഷ്ടപ്പെടാത്ത? നമുക്ക് കേട്ടിട്ട് എത്ര തോന്നിയെങ്കിൽ കണ്ടവരൊക്കെ എത്ര തോന്നും. നിങ്ങൾ അത്ഭുതപ്പെടുന്ന ഹദീസാണ് ഈ സംഭവത്തിൽ പറയും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ കണ്ടോളൂ, നിങ്ങൾ തല പൊളിയുന്ന ഹദീസ് ഈ പരിപാടിയിൽ ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അലിയാരോ വർത്തമാനങ്ങൾ നിങ്ങൾ കേട്ടാൽ അല്ലാഹ് മനുഷ്യന്മാർ ബോധം കിടക്കും. അത്രയും വലിയ ഫളായിൽ ഹബീബ നബി പറഞ്ഞിട്ടുണ്ട്. ആരെപ്പറ്റി? അള്ളാന്റെ ഹബീബിന്റെ വായിൽ നിന്ന് മുത്തുനബിയുടെ വായിൽ നിന്ന് അലിയാരെ പറ്റി പ്രശംസ വന്നത് പോലെ വേറൊരാളെ വിഷയത്തിലും അതേ ഒരു പ്രശംസ വന്നിട്ടില്ല. അഹമ്മദ് ബിൻ ഹംബൽ അടങ്ങൾ പറയുന്നുണ്ട്, അള്ളാന്റെ റസൂലിന്റെ വായിൽ നിന്ന് ഉറങ്ങാതെ പറയടോ, അള്ളാന്റെ ഹബീബിന്റെ വായിൽ നിന്ന് അലിയാരെ പറ്റി വന്ന പ്രശംസ പോലെ ഒരു പ്രശംസ വേറൊരു സ്വഹാബിക്കും മുത്തുനബിയുടെ വായിൽ നിന്ന് വന്നിട്ടില്ല. അതാണ് സയ്യിദുനാ അലി. പക്ഷേ ബാലിൽ ജിൽബാബ്, മേൽ വസ്ത്രം ഏറ്റവും ദ്രവിക്കാനായതായിരിക്കും. വസ്ത്രങ്ങളൊക്കെ വളരെ റസ്സായിരിക്കും. പിഞ്ഞിക്കൂട്ടിയത്, പിഞ്ഞിപ്പോയത് മനസ്സിലായില്ല. എപ്പോഴും എന്തായിരിക്കും വസ്ത്രമൊക്കെ? പിഞ്ഞി നാശായ വസ്ത്രം ധരിക്കുക. മഹാനായ സയ്യിദുനാ അലി ബാലിൽ ജിൽബാബ് റസ്സിയാബ് അവർക്ക് പേരുണ്ട്. ഏത് അണികളെയുടെ നടുവിലേക്കും ധീരമായി കടന്നു കയറി ശത്രുവിന്റെ അണികളെ ഭേദിക്കുന്ന ആൾ. ആയിരക്കണക്കിന് ആൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും അടിയാട് കയറും, മടിച്ചിക്കണ പ്രശ്നമില്ല. അൽ മുഖരിഖു സുഫൂഫ്, ശത്രുവിന്റെ ഏത് നിരയെയും ഭേദിച്ച് കിടക്കുന്ന ആൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി. അൽ മുഖരിഖു സുഫൂഫ്, ഏത് ശത്രുവിന്റെ പടയണിയെയും ഭേദിച്ചു കിടക്കുന്ന ആൾ സയ്യിദുനാ അലി. അശ്ജഉൽ ഖൗമി, ഏറ്റവും വലിയ ധീരൻ സയ്യിദുനാ അലി. മറ്റൊരു പേരാണ് അശ്ജഉൽ ഖൗം, ഏറ്റവും വലിയ ധീരൻ. ഉറക്കെ പറ സയ്യിദുനാ അലി. മലമുകളിലാണെങ്കിലും താഴ്വാരത്താണെങ്കിലും ധീരത പ്രദർശിപ്പിക്കുന്ന ആൾ സയ്യിദുനാ അലി. വേറൊരു പേരാണ് അശ്ജഉൽ ജബലി വസ്സഹ്ലി. മുകളിലും പലമുകളിലാണെങ്കിലും താഴ്വാരത്താണെങ്കിലും ധീരത പ്രകടിപ്പിക്കുന്ന ആൾ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഇനിയും പേരുണ്ട്. കഅബയിലെ ബിംബത്തെ പൊട്ടിച്ചു കളഞ്ഞ ആൾ സയ്യിദുനാ അലി. കഅബയിലെ ബിംബങ്ങളെ പൊട്ടിച്ചു കളഞ്ഞ ആൾ സയ്യിദുനാ അലി റളിയല്ലാഹു. ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അങ്ങനെയുണ്ട്. റഫീഖു ത്വയ്രി, പക്ഷിയുടെ കൂട്ടുകാരൻ സയ്യിദുനാ അലി. ആ ഹദീസ് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, എന്ത് അല്ലാഹുവേ, ദുനിയാവിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മശ്വിയായ ഒരു ചുട്ടെടുക്കപ്പെട്ട ഒരു പക്ഷി മാംസം റസൂലുള്ളാഹിക്ക് കിട്ടുക. അപ്പൊ റസൂലുള്ളാഹി അവിടെ പറയാണ്, എന്ത് അല്ലാഹുവേ, ഈ ഭക്ഷണം എന്നോട് കൂടെ ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് എന്റെ കൂടെ കഴിക്കാൻ വരട്ടെ എന്ന് ദുആ ചെയ്യും. ആര്? റസൂൽ. പറഞ്ഞു കഴിഞ്ഞില്ല, അപ്പോഴത്തിന് വാതിലൂടെ കയറും. ആര്? സയ്യിദുനാ അലി. റഫീഖു ത്വയ്രി, പക്ഷിയുടെ കൂട്ടുകാരൻ. അതാണ് ആ പക്ഷി ഭക്ഷണം കഴിച്ച ആള്. അന്ന് ദുനിയാവിൽ അല്ലാഹുവേ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് എന്റെ കൂടെ ഈ ഭക്ഷണം കഴിക്കാൻ കയറി വരണേ ദ്വാരക്കണ്ട. ആ സംഭവം ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അങ്ങനെയും പേരുണ്ട്. പിന്നെന്താ പേര്? എത്രയോ പേരുണ്ട്. മഫ്തൂഹുൽ ബാബിലൽ മെഹ്റാബ്, മെഹ്റാബിലേക്കുള്ള വാതിൽ തുറക്കപ്പെട്ട ആൾ സയ്യിദുനാ അലി. പല സ്വഹാബികളും പതിവായി കയറി വരുന്ന വാതിൽ മദീന പള്ളിക്കുണ്ടായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വാതിലും അടച്ചു പൊട്ടിക്കാളി പറഞ്ഞു, ഇല്ല ബാബ അലി, അലിയാർ കയറി വന്ന വാതിൽ മാത്രം തുറന്നു വെച്ചാൽ മദീന. അതുകൊണ്ട് മഫ്തൂഹുൽ ബാബിലൽ മെഹ്റാബ് അങ്ങനെ പേരുണ്ട്. യാ സുബ്ഹാനല്ലാഹ്, അതൊക്കെ ഒരു സംഭവ. പല സ്വഹാബികളും സ്ഥിരമായി കയറി വരുന്ന വാതിൽ മദീന പള്ളിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി ആ വാതിലെല്ലാം അടച്ചു പൂട്ടാൻ വേണ്ടി കൽപ്പിച്ചു. എന്നിട്ട് പിന്നെ റസൂലുള്ളാഹി പറയും ചെയ്തു, ഞാൻ ഒരിക്കലും എന്റെ അഭിപ്രായമല്ല ഈ ചെയ്യുന്നത്. ആരഭിപ്രായം? ഇല്ല ബാബ അലി, അലിയാർ വരുന്ന വാതിൽ മാത്രം പൂട്ടരുത്. ഭയങ്കര സംഭവമാണ് ഇതൊക്കെ. മഫ്തൂഹുൽ ബാബിലൽ മെഹ്റാബ്,
എല്ലാ വാതിലും മദീന പള്ളിയിലേക്കുള്ള എല്ലാ സ്വകാര്യ വാതിലും അടച്ചോളൂ. ഇല്ല ബാബ അലി, അലിയാര വാതിൽ അടക്കേണ്ടതില്ല. ഇതെന്റെ അഭിപ്രായമല്ല, അള്ളാന്റെ വഴി അനുസരിച്ചല്ലാതെ വാതിൽ അടക്കാനും അലിയാര വാതിൽ മാത്രം തുറന്നു വെക്കാനും ഞാൻ കൽപ്പിച്ചിട്ടില്ല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അൽ മഫ്തൂഹുൽ ബാബ് ഇലൽ മിഹ്റാബ്, മഫ്തൂഹുൽ ബാബ് ഇലൽ മിഹ്റാബ്, മിഹ്റാബിലേക്ക് വാതിൽ തുറക്കപ്പെട്ട ആൾ സയ്യിദുനാ അലി. അങ്ങനെയും പേരുണ്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇനി എത്രയോ പേരുണ്ട്. പിന്നെയും പേരുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് പിന്നെയും പേരുണ്ട്. അനവധി അനവധി പേരുകളുണ്ട്. മഅസൂലുൽ ഖിതാബ്, തേനൂറുന്ന വർത്തമാനം പറയാൻ കഴിയുന്ന ആൾ സയ്യിദുനാ അലി. തേനൂരുന്ന അസൽ, തേനൂരുന്ന വർത്തമാനം പറയും. അഖ്തബുൽ ഖുതബ, പ്രഭാഷകരിലെ ഏറ്റവും വലിയ പ്രഭാഷകൻ സയ്യിദുനാ അലി. അലിയാരും കൊല്ല ചെയ്തു. അന്ന് പ്രസംഗിച്ചു ഹസൻ റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ പ്രഭാഷകനല്ലേ നിങ്ങൾ കൊന്നത് മനുഷ്യന്മാരെ. അവരൊരു വർത്തമാനം പറഞ്ഞാൽ തല താഴ്ത്താത്ത ഒരാളുണ്ടായിരുന്നില്ല. അലിയാരെ കൂഫയിൽ വെച്ച് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം കൊലപ്പെടുത്തിയ അന്ന് മുസ്ലിം സമുദായത്തിന്റെ മേൽ പ്രഭാഷണം നടത്തി അവിടുത്തെ മൂത്ത മോനായ സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു. ആരെയാണ് നിങ്ങൾ കൊന്നത് എന്നറിയുമോ? നിങ്ങൾ കൊന്നത് നജ്വർ റസൂൽ, റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനെയും രഹസ്യ സംഭാഷണം നടത്തിയ ആളെയുമാണ്. റസൂൽ അവസാന സെക്കൻഡിലും പുണ്യ റസൂൽ വസിയത്ത് ഏൽപ്പിച്ച ആളാണ്. ആളെയാണ് നിങ്ങൾ കൊന്നത്. പിന്നെ ഈ സമുദായത്തിലെ ഏറ്റവും വലിയ പ്രഭാഷകനെയാണ് നിങ്ങൾ കൊന്നത് എന്ന് സയ്യിദുനാ ഹസൻ. ഭയങ്കര അഖ്തബുൽ ഖുതബ, പ്രഭാഷകരിലെ ഏറ്റവും വലിയ പ്രഭാഷകൻ. നിമിഷകവിയ മുറാഹിബിന്റെ അടുത്തേക്ക് ചാടിയപ്പോഴല്ലേ ലോകത്ത് ഇന്ന് വരെ തിരുത്തണ്ടാത്ത കവിതയല്ലേ അങ്ങൊക്കെ. നിമിഷകവിയ ഫാത്തിമ ബീവി മണ്ണിട്ട് മൂടി പിന്നെ പാടുക. ഫാത്തിമ ബഅദ അഹ്മദി ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലു. ഇത് കുട്ടിക്കാലത്ത് ഉസ്താദ്മാര് വഅള് പറയുമ്പോ ഈ ബേത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ബേത്ത് ചെല്ലുന്നവരും കാര്യം കേൾക്കുന്നവരും കാര്യം. ഫാത്തിമ ബീവിയെ മറവ് ചെയ്തു. ആര്? ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു അടക്കം മറവ് ചെയ്തതിന് ശേഷം കവിത ചൊല്ല. ഫഇന്നാ ഫിറാഖി ഫാത്തിമ ബഅദ അഹ്മദി ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലു. 6 മാസം മുമ്പ് മുത്തനബി എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയും നഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടു. ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലു. ഒരു കൂട്ടുകാരനും ഇവിടെ ശാശ്വതമല്ല, ഒരു സൗഹൃദവും ഇവിടെ നിലനിൽക്കുകയുമില്ല. സയ്യിദുനാ അലി ഷായിറുൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ കവിയാണ്. ആര്? ഭയങ്കര കവി, നിമിഷ കവി, കേട്ടനായിരിക്കും. ഭയങ്കര കവിയാണ് സയ്യിദുനാ അലി റളിയല്ലാഹു. പിന്നെ അവരുടെ പേരെന്താണ്? മുസില്ലുൽ അദാ, ഏത് ശത്രുവിനെയും നിസാരപ്പെടുത്തുന്നവൻ, ഏത് ശത്രുവിനെയും ഒന്നല്ലാതാക്കും. അലിയാർ ഇറങ്ങിയാൽ ശത്രു ഒന്നല്ല. ഖന്തഖ് കിടങ്ങ് കയറുന്ന ദിവസം 1000 ആൾക്ക് ഒത്ത ഒരാൾ വരുന്നുണ്ട്. ഞാൻ ശുജാഅത്തിൽ പറയാ, മനസ്സിലായല്ലോ. 1000 ആളോട് നിന്ന് വെട്ടുന്ന അമ്ര എന്ന പേരിൽ അമ്രിനെ വെല്ലുവിളിക്കുന്നുണ്ട് സ്വഹാബികളെ. കിടങ്ങ് മറികടന്ന് കയറും, മനസ്സിലായില്ലേ? ആ കൂട്ടത്തിൽ ഒരുത്തനുണ്ട്, അവനാണ് അമ്ര. ഈ അമ്ര എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ സമമാണ് എത്ര ആൾക്ക്? 1000 അശ്വഭടന്മാർക്ക് സമമായ ആളായിരുന്നു. ആര്? ഈ അമ്ര ഇങ്ങനെ വന്നിട്ട് റസൂലുള്ളാഹിന്റെ തമ്പിന്റെ പുറത്ത് വെല്ലുവിളിക്കും. ഇറങ്ങി വരികയും നിങ്ങൾക്ക് മരിച്ചാൽ സ്വർഗം കിട്ടും, ഷഹീദായ സ്വർഗം കിട്ടുമെന്നാണല്ലോ മുഹമ്മദ് വാദിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കാൻ വേണ്ടി വന്നതാണ്, ഇറങ്ങി വരുന്നതാണ്. അപ്പൊ സ്വഹാബികൾ എറിയൂല, അപ്പൊ പരിഹസിക്കും. ആർക്കും സ്വർഗത്തിൽ പോകാൻ പോലില്ലേ, ഞങ്ങളെ സ്വർഗത്തിൽ കയക്കാൻ വന്നിട്ട് നിങ്ങൾ ഇന്റെ പുറത്ത് വരുന്നില്ലേ? ആര്? അമ്ര എന്ന് പറയാ. അപ്പോൾ അലി നീക്കും. ഞാൻ പോട്ടെ നബിയാണ്. ലാ ലഹു അമ്ര. അതാരാണ്? അമ്രാണ്. ഇരിക്കവിടെയാണ്. പിന്നെ എണീക്കും. പിന്നെയും പരിഹസിക്കും. നിങ്ങളല്ലേ സ്വർഗക്കാരായിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കും നേരല്ലേ? അപ്പോൾ പരിഹസിക്കും. പിന്നെ എണീക്കും അലി. ലാ ഇന്നഹു അമ്ര. അത് അമ്രാണ്. ഇരിക്കവിടെയാണ്. 3ാമത്തെ വട്ടം ഞാൻ എണീക്കാണ്.
പരിഹസിക്ക പുറത്ത്. സ്വർഗത്തിനെയും മോമിനിങ്ങളെയും പരിഹസിക്കാം. ഒരൊറ്റ ചാട്ടം കഴിഞ്ഞ് കഥ കഴിഞ്ഞ്. ആരുടെ? അമ്രിന്റെ. ആ സംഭവം ഞാൻ വിശദീകരിക്കാം ആദ്യമായിട്ട് ഓടിയിട്ട് ഇൻഷാ അല്ലാഹ്. അഷ്ജഉന്നാസ്, ഭയങ്കര സയ്യിദുനാ അലി, ഭയങ്കര അബ്ഖറുൽ മുഅ്മിനീൻ. അബ്ഖർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ജീനിയസ് എന്നാണ്. മനസ്സിലായില്ല? ജീനിയസ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, തുല്യതയില്ലാത്ത കരുത്തു കാട്ടുന്ന ആളുകൾ എന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു വാക്കാണ് അബ്ഖർ എന്ന്. അങ്ങനെ പറഞ്ഞിരുന്ന ഒരാളാണ് ആര്? അബ്ഖർ. ബഹുമാനപ്പെട്ട ഒരു നാമങ്ങളിൽപ്പെട്ട ഒരു നാമാണ് അബ്ഖർ. അലി അബ്ഖർ എന്ന പേരിൽ കിതാബുകളുണ്ട്. മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു. പിന്നെയോ മുഇസ്സുൽ ഔലിയ, അള്ളാഹുവിന്റെ ആളുകൾക്ക് യോഗ്യത നൽകുന്ന ആൾ സയ്യിദുനാ അലി. എന്തിന് ഈ സദസ്സ് തന്നെ കണ്ടില്ലേ, 1000 ആളുകൾക്ക് സമമായ ഒരുത്തൻ കയറി വന്നപ്പോൾ ഈ ഇസ്ലാമിന്റെ ഒരു ഇസ്സത്ത് അവിടെ ഒന്നല്ലാതാകുമായിരുന്നു. ആരാണ് അവിടെ ഇസ്സത്ത് സംരക്ഷിച്ചത്? സയ്യിദുനാ അലി. മുഇസ്സുൽ ഔലിയ, അള്ളാഹുവിന്റെ ബന്ധുക്കളുടെ ഇസ്സത്ത് ഉയർത്തുന്ന ആൾ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഒരുപാട് നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽപ്പെട്ട ചില നാമങ്ങളിൽ മാത്രമായാണ് ഞാൻ ഖുദ്വത്തു അഹ്ലിൽ കസാ, തങ്ങന്മാരുടെ മാതൃകാ പുരുഷൻ. ഖുദ്വത്തു അഹ്ലിൽ കസാ. അഹ്ലുൽ കസാ എന്നാൽ അതാരെ പേരാണ്? പുതപ്പിട്ട് മൂടിയ. അതാരാ? അഹ്ലു ബൈത്ത്. അവരുടെ ഖുദ്വത്ത്, അവർക്ക് മാതൃകാ യോഗ്യനാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഇനിയും ഉണ്ട്, ഇനിയും ഉണ്ട്, ഇനിയും ഉണ്ട്. സഫറുൽ യദൈനി, സഫറുൽ യദൈനി, സഫറുൽ യദൈനി, സഫറുൽ യദൈനി, സഫറുൽ യദൈനി. കൈ കിട്ടിയാൽ അപ്പൊ കൊടുക്കും. കയ്യിലൊന്നും ഇല്ലാത്ത ആൾ ഒന്നും ഉണ്ടാവില്ല. എന്ത് കിട്ടിയാലും പറ കൊട്ടിരിക്കും. എന്ത് കിട്ടിയാലും കൊടുക്കും, എന്ത് കിട്ടിയാലും കൊടുക്കും. സഫറുൽ യദൈൻ, സഫറുൽ യദൈനാണ്. കയ്യിൽ എന്തുണ്ട്? കയ്യില് പറ, കയ്യിലൊന്നും ഉണ്ടാവില്ല, കയ്യിലൊന്നും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഭയങ്കര സാഹിദാണ്. അസ്ഹദുന്നാസ് സയ്യിദുനാ അലി, അഷ്ജഉന്നാസ് സയ്യിദുനാ അലി. ഏറ്റവും വലിയ സാഹിദ്, അതാണ് ഭൗതിക പരിത്യാഗി. മനസ്സിലായില്ലേ? ഭൗതിക പരിത്യാഗി സയ്യിദുനാ അലി. ശത്രുക്കൾ പോലും കരഞ്ഞ സന്ദർഭമുണ്ട് അലിയാരെ ഫദ്ല് കേട്ടിട്ട് റളിയല്ലാഹു അൻഹു. പിൽക്കാലഘട്ടത്തിൽ ചില ശത്രുതകൾ ഉണ്ടായിട്ട് ചില ആളുകൾക്കിടയിൽ. പക്ഷെ ആ ശത്രുക്കളെ മജ്‌ലിസിൽ പോലും അലിയാരെ പറ്റി പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? കരഞ്ഞു പോകും. ഭയങ്കര ആളാണ് സയ്യിദുനാ അലി. ഞാൻ ചില ഭാഗങ്ങൾ മാത്രമാണ് ഈ രംഗത്ത് കാണിച്ചത്. അഥവാ ചുരുക്കത്തിന് തുല്യതയില്ലാത്ത അനവധി അനവധി നാമങ്ങൾ, 100 കണക്കിന് നാമങ്ങൾ ഉണ്ട്. അപരനാമങ്ങൾ, സ്ഥാനനാമങ്ങൾ, അവർ ചെയ്തിട്ടുള്ള സേവനങ്ങളുടെ കാരണത്താൽ അള്ളാഹുവിന്റെ സത്യരീതിയിൽ മോമിനീങ്ങൾ അവർക്ക് കൽപ്പിച്ചു നൽകിയിട്ടുള്ള നാമങ്ങൾ. ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ മാത്രം മതിയായല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾക്കറിയാലോ, ഹുദൈബിയ ദിവസം എഴുതാൻ മുത്ത് നബി ഏൽപ്പിച്ചത് ആരെയാ? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഖൈബർ യുദ്ധത്തിൽ കൊടി പിടിച്ചു കൊടുത്ത ആൾ ആര്? സയ്യിദുനാ അലി അഷ്ജഉന്നാസ്. പറഞ്ഞില്ലേ, അന്ന് പറഞ്ഞല്ലോ, ഞാൻ നേതൃത്വം ആഗ്രഹിച്ച ഒരൊറ്റ ദിവസമേ ഉള്ളൂ ഉമർ ബിൻ ഖത്താബ്. ഞാൻ എന്റെ ജീവിതത്തിൽ നേതൃത്വം ആഗ്രഹിച്ച ഒരു ദിവസമേ ഉള്ളൂ. എന്ത്? നാളെ നേരം കൊടുത്താൽ ഈ കൊടി ഞാൻ ഒരാളെ കയ്യിൽ, നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ കയ്യിൽ കൊടുക്കും. അയാൾ ഇറങ്ങിച്ചെന്നാൽ ഖൈബർ ഫതഹാക്കി അയാൾ തിരിച്ചു പോരുമെന്ന് പുണ്യ റസൂൽ. യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. അയാളെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ റസൂലിനും അയാളെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കിടന്നുറങ്ങി. ചിലർക്ക് ഉറക്കം വന്നില്ല. ഞാനായെങ്കിൽ കാരണം റസൂൽ അവിടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അയാൾ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടാണ്. അന്ന് ഞാൻ സുബഹി നിസ്കാരത്തിൽ ഞാൻ റസൂലുള്ളാഹി കാണുന്നിടത്ത് പിന്നെ ഇരുന്നു. കാരണം റസൂലുള്ളാഹി എന്റെ പേര് വിളിച്ചത് തന്നെങ്കിൽ എന്ന് ഞാൻ കുടിച്ചു. ചിലപ്പോ ഞാൻ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. അയാൾ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടാണ്, അയാൾക്ക് അള്ളാഹിന് ഇഷ്ടാണ്. അള്ളാഹുവിന് അതാ വർത്താനം, അള്ളാഹുവിന് അയാളെ വലിയ ഇഷ്ടാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളെല്ലാരും ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ അലി ആ സുബഹി നിസ്കാരത്തിൽ ഇല്ല. അലി റളിയല്ലാഹു അൻഹു ഒന്ന് ചെങ്കണ്ണ പിടിച്ചിട്ട് തമ്പിൽ കിടക്കുക. അപ്പോൾ റസൂലുള്ളാഹി സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇപ്പൊ ആളെ വിളിക്കുന്ന ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ അയിന അലി എവിടെയാണ് അലി? അപ്പോൾ പറയുന്നു വാറുമതു, അദ്ദേഹത്തിന് ചെങ്കണ്ണ് പിടിച്ച് തമ്പിൽ കിടക്കാണ് എന്ന് ഞാൻ പറയുന്നതോട് കൂടെ പുണ്യ റസൂൽ, ഞങ്ങളത് പറയുന്നതോടുകൂടി ഞങ്ങൾ വിചാരിച്ചത് ചെങ്കണ്ണ് പിടിച്ച് കിടക്കാന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ആളെ പറ പേര് പറയുമെന്നാണ്. അപ്പോൾ അലിയാരെ കൊണ്ട് എന്ന് പറഞ്ഞു. ആ 2 കണ്ണിലേക്കും പുണ്യ റസൂൽ തുപ്പി സ്വല്ലല്ലാഹു അലൈഹി. 2 കണ്ണിലേക്കും ഹബീബാണ് തുപ്പി. എന്നിട്ട് എന്ത് ചെയ്ത്?
കൊടിയാണ് കയ്യെ കൊടുത്തു. ആ കൊടിയും കൊണ്ട് ഫത്തവും കൊണ്ട് തിരിച്ചിട്ട് പോന്നു. സയ്യിദുനാ അലി അതൊക്കെ വർത്താനാണ്, അതൊക്കെ ഇനി എന്തൊക്കെയാ രഹസ്യം കിടക്കുന്നത്. അപ്പൊ നോക്കൂ, നിങ്ങൾ അവസാനിപ്പിക്കാണ്. സ്വഹാബത്തിൽ ഇത്രയേറെ സ്ഥാനനാമങ്ങളുള്ള സ്വഹാബികൾ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. അത്ര വലിയ സ്ഥാനനാമങ്ങളുള്ള ആളാണ് സയ്യിദുനാ അലി. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരൻ എന്ന നിലയിൽ അഖുർ റസൂൽ എന്ന പേര് കിട്ടിയ ആളാണ് സയ്യിദുനാ അലി. അബു സിബ്തൈൻ എന്ന പേര് കിട്ടിയ ആളാണ് സയ്യിദുനാ അലി. അബുൽ റൈഹാനത്തൈൻ എന്ന പേര് കിട്ടിയതാണ് സയ്യിദുനാ അലി. അബൂ സൗജുൽ ബതൂൽ, ബതൂലിന്റെ ഭർത്താവ് എന്ന് പറയപ്പെട്ട ആളാണ് സയ്യിദുനാ അലി. ഈ ബത്തൂലിനെ വന്നിട്ട് സയ്യിദുനാ സിദ്ദീഖ് കല്യാണം അന്വേഷിക്കുന്നുണ്ട്, റസൂലുള്ളാഹി കൊടുത്തില്ല. മനസ്സിലായില്ലേ? ഫാത്തിമ ബീവിക്ക് 15 വയസ്സായപ്പോ കല്യാണം അന്വേഷിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ വന്നു. നബിയെ, എനിക്ക് ഫാത്തിമ ബീവിയെ കെട്ടിച്ചെന്നാളേ. അപ്പോൾ റസൂലുള്ളാഹി സഗീറ, ചെറിയ തന്നെ. സിദ്ദീഖ് തിരിച്ചുപോയി. പിന്നെ ഫാറൂഖ് വന്നു, ഉമർ ബിൻ ഖത്താബ്. അപ്പൊ പറഞ്ഞു, നബിയെ, എനിക്ക് ഫാത്തിമാനെ കല്യാണം കഴിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഒഴിവ് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നബിയെ, ഞാനിപ്പോ വന്നത് ഫാത്തിമ എനിക്ക്. അപ്പോൾ പറഞ്ഞു, മർഹബാ അഹ്ലൻ വസഹ്ലാ, മർഹബാ അഹ്ലൻ വസഹ്ലാ. ഫലം യുജിബ്, വേറൊരു ജവാബും പറഞ്ഞില്ല, തിരിച്ചു വന്നു. അപ്പൊ അൻസാരികൾ ചോദിച്ചു, എന്തേ നബി പറഞ്ഞു? നബി പറഞ്ഞു, മർഹബാ അഹ്ലൻ വസഹ്ലാ. അപ്പൊ അൻസാരികൾ പറഞ്ഞു, കല്യാണം ഉറച്ച്. അഹ്ലൻ അഹ്ലൻ, ഞാൻ തന്നെ അഹ്ലിൽ കൂട്ടി. സഹ്ലൻ, കാര്യം എളുപ്പത്തിൽ നടക്കും. മനസ്സിലായില്ല? മർഹബാ, അതാ അന്ന് നബി പറഞ്ഞ വാക്കാണ് ഇപ്പോൾ നമ്മൾ കല്യാണ പന്തൽ എഴുതി വെക്കുന്നത്. മനസ്സിലായില്ല? കല്യാണ പന്തൽ ഫ്രണ്ട് വരി തന്നെ പണ്ടേ കാലത്ത് എഴുതി വെക്കും. എന്ത് പറ? എന്ത്? മർഹബാ അഹ്ലൻ വസഹ്ലാ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ കല്യാണം അന്വേഷിച്ചു വന്നപ്പോൾ പിന്നെ റസൂൽ വെളിപ്പെടുത്തിയ, അല്ലാഹ് കൽപ്പിച്ചിട്ടല്ലാതെ ഞാനൊരു കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് അലി റളിയല്ലാഹുവിന്റെ ശരീര ഭംഗി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫാത്തിമ ബീവിയുടെ മഹത്വം പറയും, പിന്നെ വിവാഹം പറയും, പിന്നെ അവരുടെ ശജാഅത്ത്, അവരുടെ യുദ്ധങ്ങളിലേക്ക് പ്രവേശിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ.